മൻ അസ്ബഹ, ഒരാൾ സുബഹിക്ക് എണീറ്റ ഉടനെ ഒരാളുടെ ചിന്ത ദുനിയാവാണെങ്കിൽ അല്ലാഹു അയാൾക്ക് ദുനിയാവിലും ആഖിറത്തിലും പരാജയമാണ് നൽകുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് രാവിലെ എണീറ്റിട്ട് ഒരൊറ്റൊരു ചിന്ത എന്താണ്? പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം. ഇങ്ങനെ ഒരൊറ്റൊരു ചിന്തയാണ്. ആഖിറത്തെ കുറിച്ചൊരു ബോധമില്ല. ഇങ്ങനെയാണെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ദുനിയാവും ആഖിറവും പരാജയത്തിലാക്കുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇനി ചില ആളുകൾ അവർ രാവിലെ എണീറ്റാൽ ചിന്തിക്കുന്നത് ആഖിറത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും ഒരുക്കണമെന്നാണ്. ഞാൻ നാളെ മരിച്ചുപോയാലോ, ഞാൻ നാളെ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയാലോ, എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് ആഖിറത്തിലേക്ക് വേണ്ടി ഞാൻ വല്ലതും എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് പാരത്രിക ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അല്ലാഹു ദുനിയാവിൽ അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും ആഖിറത്തിലും ദുനിയാവിലും അവർ വിജയികളായിരിക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മരണം എപ്പോഴാണ്, എങ്ങനെ വരും എന്ന് നമ്മൾക്ക് ആർക്കും പറയാനോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പ്രീ പ്ലാൻ ചെയ്തിട്ട് വരുന്നൊരു കാര്യമല്ല മരണം. അപ്രതീക്ഷിതമായി ആർക്കും എപ്പോഴും വന്നേക്കാം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് എന്ന ചിന്ത ആഖിറം ഒഴിവാക്കിയിട്ട് വേണ്ട. ആഖിറത്തെ കുറിച്ച് തീരെ ബോധമില്ലാതെ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ ഇറങ്ങരുത്. രണ്ടുണ്ടായിക്കോട്ടെ, ദുനിയാവും ആഖിറവും രണ്ടുണ്ടായിക്കോട്ടെ. മിനന്നാസ്, ജനങ്ങളിൽ ചില ആളുകൾ മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ എനിക്ക് നീ നന്മ താ റബ്ബേ എന്ന് ദുആ ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് അല്ലാഹു തആല ആഖിറത്തിൽ യാതൊരു പ്രസക്തിയും യാതൊരു പ്രാധാന്യവും നൽകൂല. ദുനിയാവ് നന്നാക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകൾ, ദുനിയാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ, രാവിലെ എണീറ്റാൽ തന്നെ ദുനിയാവിനെ കുറിച്ചാണ് ചിന്ത, സമ്പത്തിനെ കുറിച്ചാണ് ചിന്ത. ഇത്തരം ആളുകൾക്ക് അല്ലാഹു തആല ആഖിറത്തിൽ യാതൊരു പരിഗണന നൽകൂല. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, വമിനന്നാസ് മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് വിജയം താ റബ്ബേ എന്ന് ദുആ ചെയ്യുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു ദുനിയാവും നൽകും ആഖിറവും നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. ومن يتق الله يجعل له مخرجا ويرزقه من, അദ്ദേഹത്തിന് അല്ലാഹുവിനെ തഖ്വയോടെ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകുമെന്നും അവർ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു അവർക്ക് റിസ്ക് നൽകുമെന്നും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മൾക്ക് പഠിപ്പിക്കുന്നില്ലേ? ഇല്ലേ? അല്ലാഹുവിനെ തഖ്വയോടെ ജീവിക്കുകയാണെങ്കിൽ ജഅലഹു മഖ്റജ, എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകും. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ മതി. തെറ്റുവരും വന്നാൽ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ മതി. ചിന്ത അല്ലാഹുവിനെ കുറിച്ച് ചിന്ത വേണം. ദുനിയാവ് മാത്രമാവരുത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം വേണം. പാരത്രിക ലോകത്തെ കുറിച്ചിട്ടുള്ള ചിന്തകൾ വേണം. അതല്ലേ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷകളിൽ വിജയം നേടുന്നവനല്ല, വലിയ കുറുക്കു ബുദ്ധിയിലൂടെ സാമ്പത്തികമായി അഭിവൃദ്ധി നേടിയവരല്ല. ആരാണ് ബുദ്ധിമാൻ? സ്വന്തം ശരീരത്തെ അല്ലാഹുവിന് സമർപ്പിക്കുന്നവരാണ് ബുദ്ധിമാൻ. മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണശേഷം ഒരു ലോകം വരാനുണ്ട്. മരണശേഷം ഒരു ലോകം വരാനുണ്ട്. ഖബർ സത്യമാണ്, മഹ്ശറ സത്യമാണ്, സിറാത്ത് സത്യമാണ്, മീസാൻ സത്യമാണ് എന്ന ബോധത്തോടെ
നാളെ പാരത്രിക ലോകത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവരാണ് ബുദ്ധിമാനെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ തന്റെ മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ചത് തഖ്വയാണ്, സമ്പത്തല്ല. നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ സമ്പാദിക്കുകയാണ്. 50 വയസ്സായി സമ്പാദിക്കുന്നത് നിർത്തിയില്ല, 60 വയസ്സായി പിന്നെയും വിശ്രമമില്ലാതെ ഓടിച്ചാടി നടക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് നിങ്ങൾ സമ്പാദിച്ചില്ലയോ എന്ന് ചോദിക്കുമ്പോ അത്തരം ആളുകൾ പറയുന്നത്, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കണ്ടേ? എന്റെ ഉപ്പ എനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി തന്നില്ല, എന്റെ ഉപ്പ എനിക്ക് വേണ്ടി, എന്റെ ഉപ്പയുടെ മക്കൾക്ക് വേണ്ടി ഒന്നും എന്റെ ഉപ്പ, എന്റെ പിതാവ് സമ്പാദിച്ചില്ല, ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണ്ടേ എന്ന ചോദ്യമാണ് പല ആളുകളും നമ്മോട് ചോദിക്കുന്നത്. അത്തരം ആളുകളോട് പറയാനുള്ളത്, മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കേണ്ടത് സമ്പാദ്യങ്ങളല്ല, മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കേണ്ടത് തഖ്വയാണ്. മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കേണ്ടത് വീടുകളോ സ്വത്തുക്കളോ അല്ല, മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കേണ്ടത് തഖ്വയും അള്ളാഹുവിനുള്ള വിശ്വാസവും അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്തകളുമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ബാക്കി വെച്ചു പോവേണ്ടത്. അധ്വാനിക്കണ്ട എന്നല്ല, സമ്പാദിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ആശയം. തീരെ ജോലി ചെയ്യണ്ട എന്നോ ബിസിനസ് വേണ്ട എന്നോ അല്ല. അള്ളാഹുവിന്റെ ദീൻ മറന്നുകൊണ്ടുള്ള ഒരു കച്ചവടം നമ്മൾക്ക് ആവശ്യമില്ല. അള്ളാഹുവിന്റെ ദീൻ മറന്നുകൊണ്ടുള്ള ഒരു കച്ചവടം നമ്മൾക്ക് ആവശ്യമില്ല. നിസ്കാരം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കച്ചവടവും നമ്മൾക്ക് ആവശ്യമില്ല. ദീനീ ബോധമില്ലാത്ത സമ്പാദ്യം കൊണ്ട് നമ്മൾക്ക് യാതൊരു പ്രയോജനമില്ല. നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കാതെ, നമ്മുടെ മക്കളെ ദീനിയായ മാർഗത്തിലൂടെ ചലിപ്പിക്കാതെ, നമ്മുടെ മക്കൾക്ക് ദീനിയായ സന്ദേശം നൽകാതെ, നമ്മുടെ മക്കൾക്ക് അച്ചടക്കം പഠിപ്പിക്കാതെ, നമ്മുടെ മക്കൾക്ക് നിസ്കാരത്തെ കുറിച്ച് ബോധം നൽകാതെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ സമ്പാദ്യങ്ങൾ ബാക്കി വെച്ചു പോയതുകൊണ്ട് ഒരു നേട്ടവും നമ്മൾക്ക് കിട്ടാനില്ല. പഠിക്കേണ്ടത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ്. 1/2 ദീനാർ പോലും സ്വന്തമായിട്ട് ലഭിക്കാത്തവരാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മക്കൾ. ഏതെങ്കിലും ഒരു മക്കൾ പട്ടിണി കിടന്നത് ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരാൾ 11 മക്കളിൽ ഏതെങ്കിലും ഒരു കുഞ്ഞുമോൻ, ഏതെങ്കിലും ഒരു മകന് പട്ടിണി കിടന്ന് പ്രയാസപ്പെടേണ്ടി വന്നത് എവിടെയെങ്കിലും ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ആ ഉപ്പ മക്കൾക്ക് അനന്തരമായി തന്നത് തഖ്വയായിരുന്നു. ആ പിതാവ് മക്കൾക്ക് അനന്തരാവകാശമായി നൽകിയത് തഖ്വയായിരുന്നു. തഖ്വ ലഭിച്ചാൽ മക്കളൊക്കെ മുത്തഖീങ്ങളായാൽ 5 പൈസ പോലും ബാക്കി വെച്ചില്ലെങ്കിലും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഇഷ്ടം പോലെ വാരിക്കോരി അവർക്ക് നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. അവൻ അറിയാത്ത വഴിയിലൂടെ, അവൻ ചിന്തിക്കാത്ത വഴിയിലൂടെ, അവൻ ആലോചിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അത്തരം ആളുകൾക്ക് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ വാരിക്കോരി നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ നൽകുമ്പോ, സന്ദേശം നൽകുമ്പോ, സമ്പാദ്യം മാത്രം ബാക്കി വെച്ചു പോകുന്ന ആളുകൾ ഓർക്കേണ്ടത് ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ 11 മക്കളെയാണ്. ഒരു മകന് 10 ലക്ഷം രൂപയാണ് ലഭിച്ചത്. എന്നാൽ ആ 11 മക്കളിൽ ചില ആളുകൾ അങ്ങാടികളിൽ തെണ്ടിത്തിരിഞ്ഞ് യാചിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്? 10 ലക്ഷം ബാക്കി വെച്ച് ആ മക്കളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? ആ മക്കൾക്ക് ആ 10 ലക്ഷം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായോ? ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം, പഠിക്കേണ്ടവർക്ക് പഠിക്കാം. എന്നിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാണ്, സ്വാലിഹീങ്ങളാണെങ്കിൽ, എന്റെ മക്കള് സ്വാലിഹീങ്ങളാണെങ്കിൽ, സ്വാലിഹീങ്ങളായ ആളുകളെ അള്ളാഹു ഏറ്റെടുക്കുമെന്നല്ലേ പറഞ്ഞത്? വല്ലാഹു യതവല്ലസ് സ്വാലിഹീൻ. അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ A to Z അള്ളാഹുവിന്റെ കയ്യിലാണ്. അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കയ്യിലാണ്.
ഘടങ്ങളുണ്ടായാൽ, പ്രയാസങ്ങളുണ്ടായാൽ, അവന്റെ ആരോഗ്യം, അവന്റെ വീട്, അവന്റെ സമ്പാദ്യം, അവന്റെ ജോലി, അവന്റെ മക്കൾ, അള്ളാഹു ഒരാളെ ഏറ്റെടുത്താൽ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? എന്നാൽ അള്ളാഹു ഒരാളെ കൈയൊഴിഞ്ഞാലോ പിന്നെ ആരാണ് അയാളെ ശ്രദ്ധിക്കുക? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാണ്, ഇനി എന്റെ മക്കൾ സ്വാലിഹീങ്ങളല്ലെങ്കിൽ, എന്റെ മക്കൾ തെറ്റുകാരാണെങ്കിൽ എന്തിനാണ് ഞാൻ അവർക്ക് എന്റെ സമ്പാദ്യം ബാക്കി വെക്കുന്നത്? എന്റെ സമ്പാദ്യം കൊണ്ട് അവരെ ഹറാമല്ലേ ചെയ്യുക തെറ്റുകാരായ മക്കൾ? അഥവാ ഞാൻ ഒരാൾക്കൊരു 10,000 രൂപ ഇവിടെ ബാക്കി വെച്ചു പോവുകയാണ്, ചമ്മാടികളാണ് എന്റെ മക്കളെങ്കിൽ ആ 10,000 കൊണ്ട് കള്ളു കുടിക്കാനല്ലേ അവർ ഉപയോഗിക്കുക, ഹറാം ചെയ്യാനല്ലേ അവർ ഉപയോഗിക്കുക, വ്യഭിചാരം നടത്താനല്ലേ അവർ ഉപയോഗിക്കുക, അതുപോലെ മറ്റുള്ള തെറ്റുകൾ ചെയ്യാനല്ലേ അവർ ഉപയോഗിക്കുക. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മഹ്ശറാലോകത്ത് അള്ളാഹു കോടാനക്കോടി ആളുകളെ ഒരുമിച്ച് കൂടിയിട്ട് ചോദിക്കുന്ന ചോദ്യം, മിൻ ഐനക്തസബ, എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത്? എവിടെയാണ് നീ ചെലവഴിച്ചത്? ഹലാലായ മാർഗത്തിലൂടെ ചെലവഴിച്ച് മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ച് ആ മക്കൾ അത് ഹറാമിന് വേണ്ടി ഉപയോഗിച്ചാൽ അള്ളാഹുവിന്റെ കോടതിയിൽ എങ്ങനെയാണ് സമാധാനം പറയാൻ കഴിയുക? അതുകൊണ്ട് സ്വാലിഹീങ്ങളല്ലെങ്കിൽ അവർക്ക് ഞാനൊന്നും ബാക്കി വെക്കുന്നില്ല. അവര് തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ മുതൽ കൊണ്ട് ചെയ്യട്ടെ, അവര് തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുണ്ടാക്കിയ മുതൽ കൊണ്ട് ചെയ്യട്ടെ. ഉപ്പയുടെ സമ്പത്ത് പ്രതീക്ഷിച്ച് അവർ നിൽക്കേണ്ട ആവശ്യമില്ല. സ്വാലിഹീങ്ങളാണെങ്കിൽ അവർക്ക് എന്റെ സമ്പത്തിന്റെ ആവശ്യമില്ല, അവർക്ക് അവരവരുടെ സമയത്ത് അല്ലാഹു നൽകുമെന്നുള്ള വ്യക്തമായ സന്ദേശം നൽകിയിട്ടാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്. പെരുന്നാളിന്റെ ദിവസം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്റെ പിഞ്ചു പൈതങ്ങൾ ചെറിയ കുഞ്ഞ് കരയുന്നുണ്ട്. ചെറിയ കുഞ്ഞ് കരയുകയാണ്. ഉപ്പാ, എല്ലാവരും പുതിയ വസ്ത്രം ധരിക്കുമ്പോ എനിക്ക് മാത്രം പുതിയ വസ്ത്രമില്ലല്ലോ. 11 മക്കളല്ലേ ഉണ്ടായിരുന്നത്. എന്റെ ചങ്ങാതിമാർ, എന്റെ കൂട്ടുകാരികൾ, എന്റെ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും പെരുന്നാളിന് പുതിയ വസ്ത്രം ധരിച്ച് അങ്ങാടികളിലേക്ക്, കുടുംബക്കാരുടെ വീട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ, ഉപ്പാ എനിക്ക് നല്ല വസ്ത്രമില്ലല്ലോ ഉപ്പാ, എന്റെ വസ്ത്രം കീറിപ്പറിഞ്ഞതാണ്. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആലോചിക്കുന്നത്, നാളെ പെരുന്നാളാണ്, ഞാൻ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തില്ല. അതിനുള്ള ക്യാഷ് രാജാവായ ഖലീഫയായ ഉമർ തങ്ങളുടെ കയ്യിലില്ല. ഉടനെ തന്നെ നേരെ കൊട്ടാരത്തിലേക്ക്, കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഖജനാവിന്റെ താക്കോലുള്ള ഖജനാവ് സൂക്ഷിപ്പുകാരന്റെ സമീപത്തേക്ക് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ നടക്കുകയാണ്. നേരെ ഖജനാവ് സൂക്ഷിക്കുന്ന ഖജാൻജിയുടെ സമീപത്തേക്ക് കടന്നു ചെന്നിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിക്കുകയുണ്ടായി, എനിക്ക് അല്പം തുക നിങ്ങൾ കടം നൽകുമോ എന്ന്, എനിക്ക് അല്പം തുക നിങ്ങൾ കടം നൽകുമോ എന്ന്. ബൈത്തുൽ മാലിൽ നിന്ന്, പൊതുമുതലിൽ നിന്ന്, പൊതു ഖജനാവിൽ നിന്ന് ഒരൽപ്പം എനിക്ക് കടം തരുമോ, എനിക്കൽപ്പം കടം തരുമോ എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിച്ചപ്പോ ആ ഖജനാവ് സൂക്ഷിപ്പുകാരൻ പറഞ്ഞത്, യാ അമീറുൽ മുഅ്മിനീൻ, എന്തിനാണ് നിങ്ങൾക്ക് കാശ്? എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ്? അപ്പോഴാണ് പറഞ്ഞത്, എന്റെ മക്കൾക്ക് പെരുന്നാളിന് ധരിക്കാൻ പുതിയ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ല. നാളെ പെരുന്നാളല്ലയോ, എല്ലാവരും ധരിച്ചിരിക്കുന്നത് കീറിപ്പറിഞ്ഞ കുപ്പായമാണ്. അപ്പോഴാണ് ആ ഖജനാവ് സൂക്ഷിപ്പുകാരൻ മഹാനായ ഉമർ തങ്ങളോട് പറയുന്നത്, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് 1 മാസത്തെ കാലാവധിയിൽ ഞാൻ വേണമെങ്കിൽ ക്യാഷ് തരാം. ഇന്ന് ഏപ്രിൽ 2 ആണ്, ഏപ്രിൽ 30 അപ്പോഴല്ലേ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നത്. ആ സാലറിയിൽ നിന്നല്ലേ നിങ്ങൾ എടുത്തു തരാൻ പറഞ്ഞത്. അഥവാ ബൈത്തുൽ മാലിൽ നിന്ന് എടുക്കാനല്ല, എന്റെ അടുത്ത മാസത്തെ സാലറി മുൻകൂട്ടി തരണം എന്നൊരു ആവശ്യമായിരുന്നു.
എന്റെ ഏപ്രിൽ മാസത്തെ സാലറി മെയ് മാസത്തിലല്ലേ കൊടുക്കുക, എന്നാൽ എനിക്ക് ഏപ്രിൽ മാസത്തിലെ സാലറി ഒന്ന് മുൻകൂട്ടി തരണം. അപ്പോഴാണ് ഖജനാവ് സൂക്ഷിപ്പുകാരൻ പറഞ്ഞത്, അഥവാ ഈ മാസത്തെ സാലറി നിങ്ങൾക്ക് മുൻകൂട്ടി തരണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏപ്രിൽ 30 വരെ നിങ്ങൾ ജീവിച്ചാലല്ലേ നിങ്ങൾക്ക് ഏപ്രിൽ 30ന്റെ സാലറി തരാൻ പറ്റുള്ളൂ. നിങ്ങൾ ഏപ്രിൽ 30 വരെയുള്ള ശമ്പളം ചോദിച്ചു വാങ്ങി ഏപ്രിൽ 15-ന് നിങ്ങൾ മരിച്ചുപോയാൽ, നിങ്ങൾ ലോകത്തോട് കട പറഞ്ഞു പോയാൽ, ബാക്കിയുള്ള ശമ്പളത്തിന് അള്ളാഹുവിനോട് കണക്ക് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? എനിക്ക് ഉറപ്പ് തരണം. ഏപ്രിൽ 30 വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്നുള്ള ഉറപ്പ് വേണം. ആ ഒരു ഉറപ്പ് നിങ്ങൾ എനിക്ക് തന്നാൽ ഒരു മാസത്തെ സാലറി ഞാൻ നിങ്ങൾക്ക് മുൻകൂട്ടി തരാമെന്ന് ബൈത്തുൽ മാൽ സൂക്ഷിക്കുന്ന, ഖജനാവ് സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരൻ പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അന്തം വിട്ടു നിൽക്കുകയാണ്. ശരിയാണല്ലോ, ആരാണ് എനിക്ക് ഒരു മാസം വരെ ജീവിക്കുമെന്നുള്ള ഉറപ്പ് തന്നത്? അതിനു മുമ്പ് മരിച്ചുപോയാൽ ഞാൻ അള്ളാഹുവിന്റെ കോടതിയിൽ എന്ത് സമാധാനമാണ് പറയുക? പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ വീട്ടിലേക്ക് തിരിച്ചു നടക്കുകയാണ്. വീട്ടിലെത്തി മക്കള് കരയുന്നുണ്ട് പുതിയ കുപ്പായത്തിന് വേണ്ടി. മക്കളെ എല്ലാം വിളിച്ചുകൂട്ടി, മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മക്കളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് മക്കളോടൊരു ചോദ്യം ചോദിച്ചു, മക്കളെ നിങ്ങൾ പുതിയ വസ്ത്രം വേണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ്, അത് വാങ്ങിച്ചു തരാൻ എന്റെ കയ്യിൽ കാശില്ല. എന്നാൽ നിങ്ങൾക്കൊരു പുതിയ കുപ്പായം വാങ്ങിച്ചു തരണമെങ്കിൽ ഞാൻ എന്റെ ശമ്പളം മുൻകൂട്ടി വാങ്ങണം. പക്ഷേ ആ ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് മുമ്പേ ഞാൻ മരിച്ചുപോയാൽ ഞാൻ അള്ളാഹുവിന്റെ കോടതിയിൽ തെറ്റുകാരനായി നരകത്തിലേക്കല്ലേ മക്കളെ പോവുക? നിങ്ങളുടെ ബാപ്പ നരകത്തിലേക്ക് പോകുന്നത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ പിതാവ് നരകത്തിലേക്ക് പോയി വീഴുന്നത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾ തീരുമാനിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് പുതിയൊരു കുപ്പായം വാങ്ങിച്ചു തരാൻ എന്റെ കയ്യിൽ കാശില്ല. ഇനി ഞാൻ മുൻകൂട്ടി സാലറി വാങ്ങിച്ച് അതിൽ നിന്ന് പെരുന്നാളിന് കുപ്പായം വാങ്ങിച്ചു തന്ന് ഞാൻ അതിനു മുമ്പ് മരിച്ചുപോയാൽ നരകത്തിലേക്ക് പോകുന്നതാണോ മക്കളെ നിങ്ങൾക്കിഷ്ടം? അല്ലാതെ ഈ പഴയ കുപ്പായം ധരിച്ച് പെരുന്നാളിന് ഉപ്പയെ പോലെ കൂടി എല്ലാവർക്കും ഒന്നിച്ച് നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതാണോ എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മക്കളോട് ചോദിച്ചപ്പോ മക്കളെല്ലാവരും ഏക സ്വരത്തിൽ പറഞ്ഞു, ഒറ്റക്കെട്ടായി പറഞ്ഞു, ഉപ്പാ ഞങ്ങൾക്കെല്ലാവർക്കും സ്വർഗത്തിലേക്ക് പോവാം. ഞങ്ങൾക്കിവിടെ പുതിയ വസ്ത്രം ധരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്കിവിടെ പുതിയ കുപ്പായം ധരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തൽക്കാലം പെരുന്നാളിനെ ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം ഉപ്പാ. അതുകൊണ്ട് പഴയത് മതിയുപ്പാ, ഞങ്ങൾക്ക് സ്വർഗമാണ് വലുത് എന്ന് മക്കളെല്ലാവരും തങ്ങളുടെ പിതാവിനോട് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് സമാധാനമായി. ഇതായിരുന്നു മക്കൾക്ക് നൽകിയ സന്ദേശം. മക്കൾക്ക് ലഭിച്ച സന്ദേശം ഇതാണ്. ഒരു ഉപ്പയിൽ നിന്ന് ഒരു ഉമ്മയിൽ നിന്ന് ലഭിച്ച സന്ദേശം ഇതായിരുന്നു. അതാണ് നമ്മളും നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത്, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അത് തന്നെയാണ്. കല്യാണ സമയത്ത് രാജാവായതുകൊണ്ട്, കൊട്ടാരത്തിലെ രാജാവായതുകൊണ്ട്, ഉന്നതമായ തറവാട്ടിൽ നിന്ന്, രാജകീയ കുടുംബത്തിൽ നിന്നാണ് ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യയെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് ലഭിച്ചത്. രാജകൊട്ടാരത്തിൽ വളർന്ന രാജകുമാരിയായിരുന്നു മഹദിയായ ഫാത്തിമ ബീവി. അതേപോലെ ഉമർ തങ്ങളും ഒരു രാജകുമാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഡയമണ്ടുകളും മുത്തുകളും സ്വർണങ്ങളും നിറഞ്ഞ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മനോഹരമായൊരു മാല മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കഴുത്തിൽ കാണാനിടയായി. അദ്ദേഹത്തിന് അത് പ്രശ്നമായിരുന്നില്ല. പക്ഷേ അധികാരം കയ്യിൽ കിട്ടിയപ്പോ, ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അവന് പിന്നെ വിശ്രമമില്ലാത്ത ജോലിയാണ്. അത് കഴിയുമെങ്കിൽ ഏറ്റെടുത്താൽ മതി.
അധികാരം പല ആളുകൾക്കും അലങ്കാരമാണെങ്കിൽ അത് ഭയാനകമായ അപകടമാണ് എന്നാരും തിരിച്ചറിയുന്നില്ല. പലർക്കും അത് അലങ്കാരമാണ്, പലരും അതിന് വേണ്ടി പോരാടുകയാണ്, പലരും നോട്ടുകെട്ടുകൾ എറിഞ്ഞ് അധികാരം ചോദിച്ചു വാങ്ങുകയാണ്, പലരും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി അധികാരം ചോദിച്ചു വാങ്ങുകയാണ്, പലരും പല ആസൂത്രണങ്ങൾ ചെയ്ത് വ്യക്തമായ ധാരണയോടെയുള്ള ഗൂഢാലോചനയോടെയുള്ള പ്രീ പ്ലാനിംഗ് ചെയ്ത് പല പാനലുകളായി പള്ളിയിലും മഹല്ലുകളിലും സംഘടനകളിലും രാഷ്ട്രീയങ്ങളിലും അധികാരം ചോദിച്ചു വാങ്ങുകയാണ്. അലങ്കാരമാണ് എന്ന് വിചാരിച്ചവരോട് പറയട്ടെ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. അത് അലങ്കാരമല്ല, അത് അലങ്കാരമല്ല, അത് ആഫത്താണ്, അത് അപകടമാണ്, അത് ഭയാനകമായ പേടിപ്പെടുത്തുന്ന വിഷയമാണ്. ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ പിന്നെ അപകടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്നുകിൽ ഭംഗിയായി അത് നിർവഹിക്കണം, എന്നാൽ നാളെ അർശിന്റെ തണലുണ്ട്. ഭംഗിയായി നിർവഹിക്കുന്ന ആദിലായ നീതിമാനായ ഭരണാധികാരിയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അധികാരം കൊതിക്കുന്നവർ, അധികാരം മോഹിക്കുന്നവർ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും സ്റ്റേജിൽ കയറണം, എല്ലാവർക്കും നോട്ടീസിൽ പേര് വേണം, എല്ലാവർക്കും ജനങ്ങൾക്കിടയിലൊന്ന് ഞെളിഞ്ഞു നടക്കണം. പക്ഷേ ഒന്നും മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ ആരും തയ്യാറല്ല, ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ആരും തയ്യാറല്ല. ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ വിശ്രമമില്ലാതെ പിന്നെ ഊണും ഉറക്കുമില്ലാതെ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. എന്തെങ്കിലും ഒരു അപാകത വന്നുപോയാൽ, എന്തെങ്കിലും ഒരു ന്യൂനത വന്നുപോയാൽ, എന്തെങ്കിലും ഒരു അഴിമതി വന്നുപോയാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്റെ ഉത്തരവാദിത്വ സമയത്ത് വന്നുപോയാൽ വ്യക്തമായ മറുപടി അള്ളാഹുവിനോട് പറയാതെ നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടത് ചോദിച്ചു വാങ്ങരുത്, അത് ചോദിച്ചു വാങ്ങരുത്. അർഹരായ ആളുകളെ എല്ലാവരും കൂടി നിർബന്ധിക്കുകയാണെങ്കിൽ അത് ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിക്കാൻ അവർ തയ്യാറാകണം. എന്തായാലും ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഉടനെ, ഭരണം കയ്യിലേറ്റ ഉടനെ തന്റെ ഭാര്യയുടെ മുഖം നോക്കി ഭാര്യയോട് പറഞ്ഞത്, ഞാൻ ആദ്യമായി ചെയ്യാൻ പോകുന്നത് നിന്റെ ഈ മനോഹരമായ ഈ മാലയുണ്ടല്ലോ, സ്വർണ്ണച്ചാലും രത്നങ്ങളും നിറച്ച ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ മാല ഞാൻ ബൈത്തുൽ മാലിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്, പൊതുമുതലിൽ കൊണ്ടുപോയി ഞാൻ വെക്കുകയാണ്. എല്ലാവരും പൊതുജനങ്ങളുടെ മുതൽ കൈയിട്ട് വാരുമ്പോ ഇത് സ്വന്തം മുതൽ കൊണ്ടുപോയി പൊതുമുതലിൽ ഏൽപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആലോചിക്കേണ്ടതുണ്ട്. എല്ലാവരും പൊതു ഖജനാവിൽ നിന്ന് കൈയിട്ട് വാരുമ്പോ അദ്ദേഹത്തിന്റെ മുതല് നേരെ കൊണ്ടുപോയി ബൈത്തുൽ മാലിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ആ സമയത്ത് ഭാര്യയോട് ചോദിച്ചു, നിനക്ക് സമ്മതമാണോ എന്ന്? നിനക്ക് സമ്മതമാണോ എന്ന് ഭാര്യയോട് ചോദിച്ചു. ഭാര്യയൊന്നും മിണ്ടിയില്ല, സമ്മതം തന്നെ. ഭാര്യയുടെ സമ്മതത്തോടെ ആ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണമാല നേരെ കൊണ്ടുപോയി ബൈത്തുൽ മാലിൽ വെച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2.5 വർഷമാണ് അദ്ദേഹം അധികാരത്തിലിരുന്നത്. 2.5 വർഷമാകുമ്പോഴേക്കും മെലിഞ്ഞ് ആകെ കണ്ടവർ തന്നെ അത്ഭുതപ്പെട്ടു. നിങ്ങൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങളുടെ കോലം തന്നെ മാറി. ഒരാളിടക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ഉമർ തങ്ങളെ? നിങ്ങളുടെ കണ്ണൊക്കെ കുഴിയിലേക്ക് പോയിട്ടുണ്ടല്ലോ, മുഖമൊക്കെ ഒട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ മുഖമാകെ വാടിയിട്ടുണ്ടല്ലോ, ശരീരമാകെ വിവർണമായിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തു പറ്റി? പഴയ നിങ്ങളുടെ രൂപമല്ലല്ലോ ഇത്, ആകെ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ, ആകെ ശുഷ്കിച്ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞത്, ഈ അവസ്ഥ കണ്ടിട്ട് നീ ഇങ്ങനെ പറഞ്ഞാൽ, എന്റെ ഖബറിലെ അവസ്ഥ കണ്ടാൽ നീ എന്താണ് പറയുക? അല്പം ദിവസങ്ങൾ കഴിഞ്ഞാൽ എന്റെ കണ്ണ് പൊട്ടി താഴെ വീഴൂലേ? എന്റെ കവിളത്തുള്ള ഇറച്ചികളെല്ലാം പുഴുവരിക്കൂലേ? എന്റെ വേറിലൂടെ പുഴുക്കളരിച്ച് എന്റെ കുടൽമാലകൾ പുറത്തു വന്ന് വെറും മസ്തികൂടമായി കണ്ടാലിറക്കുന്ന ഒരു കോലമായി ഖബർസ്ഥാനിൽ എന്റെ രൂപം മാറിയാൽ നീ എന്താ പറയുക? അതുകൊണ്ട് ഇതൊന്നും വലിയ വിഷയമല്ല, ഇതൊന്നും വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആഖദനോട് മറുപടി നൽകിയിട്ടുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ 2.5 വർഷക്കാലത്തിന് ശേഷം, 2.5 വർഷം കഴിഞ്ഞ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ
ബൈത്തുൽ മാലിലെ ആ ഖജനാവ് സൂക്ഷിക്കുന്നവരാൾ തന്റെ ഭാര്യയുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് ഭാര്യയോട് പറയുകയാണ്, ഫാത്തിമ, നിങ്ങളുടെ ഭർത്താവ് സ്വർണമാല ബൈത്തുൽ മാലിലേക്ക് ഏൽപ്പിച്ചപ്പോ ഞാനത് സ്വീകരിക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലയോ, അതുകൊണ്ട് ഞാൻ അവിടെ മാറ്റിവെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി, വഫാത്തായി, ഇനി നിങ്ങൾക്കത് സ്വീകരിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ മഹദിയായ ഫാത്തിമ എന്ന് പറയുന്ന ഉമർ തങ്ങളുടെ ഭാര്യ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ ഉടനെ പറഞ്ഞത്, എനിക്ക് വേണ്ട, എന്റെ ഭർത്താവിന് അനുവദനീയമല്ലാത്തത് എനിക്ക് വേണ്ട, എനിക്കതിന്റെ ആവശ്യമില്ല. എന്റെ ഭർത്താവിന്റെ നിന്ന് കൊണ്ടുപോയി പൊതുമുതലിലേക്ക് ഏൽപ്പിച്ചത് ഇനി എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരസ്കരിക്കുകയാണ് ചെയ്തത്. കാരണം സ്വന്തം ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ലഭിച്ചത് തഖ്വയായിരുന്നു, മക്കൾക്ക് ലഭിച്ചത് തഖ്വയായിരുന്നു, കുടുംബക്കാർക്ക് ലഭിക്കേണ്ടതും തഖ്വയാണ്. ആ ഒരു വിഷയമാണ് നമ്മൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സമ്പത്തല്ല മക്കൾക്ക് ലഭിക്കേണ്ടത്, ഉണ്ടാക്കി കൊടുക്കേണ്ടതും സമ്പത്തല്ല, ഇൽമാണ്. നാളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖബറിടത്തിൽ നമ്മൾക്ക് അല്ലാഹു നൽകാൻ പോകുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി മിൻ ബഅദി മൗതിഹി. ഒരാൾ മരിച്ചുപോയാൽ, ഒരാൾ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ, അയാൾക്ക് ഖബറിടത്തിൽ ലഭിക്കുന്ന ചില നന്മകൾ, ഖബറിടത്തിൽ ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന ചില നന്മകൾ ഏതൊക്കെയാണത്? വവലദൻ സ്വാലിഹൻ തറക. ഇവിടെ ബാക്കി വെച്ച സമ്പാദ്യം കൊണ്ട് അയാൾക്ക് ഉപകാരമുണ്ടാവൂല. ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. എല്ലാ അങ്ങാടികളിലും ഓരോ ഷോപ്പുകളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും ബിസിനസ് ഉണ്ട്. എല്ലാറ്റിലും വരുമാനമുണ്ട്. ഇതൊക്കെയാണ് ബാക്കി വെച്ചു പോയത്. ഈ തിരക്കിനിടയിൽ മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ മറന്നുപോയവർക്ക് ഖബറിൽ എന്താണ് അല്ലാഹു നൽകുന്നത്? ബാക്കി വെച്ച സമ്പാദ്യം അത് ഖബറിൽ എങ്ങനെയാണ് ഉപകരിക്കുന്നത്? അതുകൊണ്ട് പൊന്നാര സഹോദരങ്ങളോട് പ്രിയപ്പെട്ട സഹോദരിമാരോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വവലദൻ സ്വാലിഹൻ തറകഹു. നമ്മൾ മരിച്ചു പോകുമ്പോ ബാക്കി വെക്കേണ്ടത് സ്വാലിഹീങ്ങളായ മക്കളെയാണ്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെയാണ്, അല്ലാഹുവിനെ പേടിയുള്ള മക്കളെയാണ്. 5 നേരം നിസ്കരിക്കുന്നവർ, ഖുർആൻ ഓതുന്നവർ, ദിക്ർ ചൊല്ലുന്നവർ, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നവർ, മറ്റുള്ളവർക്ക് ഇൽമ എത്തിച്ചു കൊടുക്കുന്നവർ, ഇങ്ങനെയുള്ള സ്വാലിഹീങ്ങളായ സന്താനങ്ങളെയാണ് ആഖിറത്തിലേക്ക് വേണ്ടി നിങ്ങൾ ബാക്കി വെക്കേണ്ടത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള സമയങ്ങൾ സമ്പാദിക്കുന്നതോടൊപ്പം മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ വേണ്ടി നമ്മൾക്ക് മത്സരിക്കാം. അവർക്ക് നിങ്ങൾ 5 പൈസ ബാക്കി വെക്കേണ്ട ആവശ്യമില്ല. കാരണം വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ലോകത്ത് ഒരു കുഞ്ഞുമോൻ ജനിച്ചു വീഴുമ്പോ അവന്റെ റിസ്ഖ് അല്ലാഹു ഇവിടെ കണക്കാക്കി വെക്കുന്നുണ്ട്. ലോകത്തൊരു കുഞ്ഞുമോൻ ഇവിടെ ജനിച്ചു വീഴുമ്പോ, ലോകത്തൊരു പക്ഷിക്കുഞ്ഞിവിടെ ജനിച്ചു വീഴുമ്പോ, ലോകത്തേക്കൊരു മൃഗം ജനിച്ചു വീഴുമ്പോ അവന്റെ റിസ്ഖ് അല്ലാഹു കണക്കാക്കി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ കോടിക്കണക്കിന് മുതൽ ബാക്കി വെച്ചാലും അല്ലാഹു കണക്കാക്കിയതിൽ നിന്ന് 1 രൂപ പോലും കൂടുതൽ മക്കൾക്ക് കിട്ടില്ല. ഇനി നമ്മൾ 5 പൈസ പോലും ബാക്കി വെച്ചില്ലെങ്കിൽ അല്ലാഹു കണക്കാക്കിയതിൽ നിന്ന് 5 പൈസ പോലും മക്കൾക്ക് കുറയൂല. അതുകൊണ്ട്
പൈസയല്ല മക്കൾക്ക് ബാക്കി വെക്കേണ്ടത്, സമ്പാദ്യങ്ങളല്ല മക്കൾക്ക് ബാക്കി വെക്കേണ്ടത് തഖ്വയാണ്, ബാക്കി വെക്കേണ്ടത് സ്വാലിഹീങ്ങളായ മക്കളെയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോ തന്റെ പടയങ്കി വരെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പടയങ്കി വരെ ജൂതനായ ഒരാളുടെ കയ്യിൽ പണയത്തിലായിരുന്നു എന്ന് നമ്മൾക്കറിയൂലേ? ഫാത്തിമ ബീവി ഉണ്ടായിരുന്നില്ലേ? ഹസൻ ഹുസൈൻ ഉണ്ടായിരുന്നില്ലേ? മരുമകനായ അലി തങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് വല്ലതും ബാക്കി വെച്ചത് നിങ്ങൾക്കറിയുമോ? എന്താണ് ബാക്കി വെച്ചത്? ജൂതന്റെ കയ്യിൽ പണയത്തിലായ ഒരു പടയങ്കി. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് ബാക്കി വെച്ചത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ, ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം ബാക്കി വെച്ചു പോവുകയാണ്, ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം ഏൽപ്പിച്ചു പോവുകയാണ്. എന്തൊക്കെയാണ് ആ രണ്ട് കാര്യം? ഇഷ്ടം പോലെ മുതലല്ല, നീണ്ടു കിടക്കുന്ന വിശാലമായ സ്ഥലങ്ങളല്ല. ഒന്ന് ഖുർആനാണ്, രണ്ട് ഹദീസാണ്. ഒന്ന് ഖുർആൻ ഞാൻ നിങ്ങൾക്ക് ബാക്കി വെക്കുകയാണ്. അതേപോലെ നമ്മൾക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങൾ ബാക്കി വെക്കാലോ. ഖുർആനിന്റെ ആശയങ്ങൾ, ഖുർആനിന്റെ വഴി, ഖുർആനിന്റെ വെളിച്ചം ബാക്കി വെച്ച് നമ്മൾക്ക് അല്ലാഹുവിനോട് യാത്ര ചോദിക്കാമല്ലോ. രണ്ട്, സുന്നതി, എന്റെ ചര്യ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബാക്കി വെച്ചിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കണ്ടത്, എന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചത്, എന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കേട്ടത്, ഇതെല്ലാമാണ് ഞാൻ നിങ്ങൾക്ക് ബാക്കി വെക്കുന്നത്. അതേപോലെ നിങ്ങൾ ജീവിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ള ഉപ്പമാരോട് പറയുകയാണ്, ഇനി വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മുടെ കയ്യിലുള്ളത്. അധികാരം എന്ന് പറയുന്നത് പള്ളിയുടെ പ്രസിഡന്റ് ആവലല്ല, സെക്രട്ടറി ആവലല്ല, സംഘടനയുടെ തലപ്പത്തിരിക്കലല്ല, രാഷ്ട്രീയ നേതാക്കളാവലല്ല. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങളെല്ലാവരും അധികാരികളാണ്. ചോദിച്ചു വാങ്ങാതെ, ആഗ്രഹിക്കാതെ നിങ്ങളുടെ കയ്യിലേക്ക് അല്ലാഹു ഏൽപ്പിച്ചു തന്നൊരു ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരുടെ കയ്യിലും ആ ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി പാനലുകൾ അവതരിപ്പിച്ചിട്ടില്ല, അതിനുവേണ്ടി നിങ്ങൾ നോട്ടുകെട്ടുകൾ എറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ കൈകളിലുള്ള ഉത്തരവാദിത്തം നിങ്ങളുടെ മക്കളാണ്. കുല്ലുക്കും റാഇൻ, നിങ്ങൾ ഭരണാധികാരിയാണ്, നിങ്ങൾ ഉത്തരവാദബോധമുള്ള അധികാരികളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങളുടെ കീഴിലുള്ളതിനെ കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദ്യം ചെയ്യും. എന്തൊക്കെയാണ് നിങ്ങളുടെ കീഴിലുള്ളത്? വറജുലു റാഇൻ ഫീ ബൈതിഹി, ഉപ്പാ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഭരണാധികാരിയാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഉത്തരവാദിയാണ്. വീട്ടിലുള്ള ഭാര്യയെ കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദിക്കും. സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഭാര്യ, ളുഹർ നിസ്കരിക്കാതെ ജോലി ചെയ്യുന്ന ഭാര്യ, മഗ്രിബ് നിസ്കരിക്കാതെ സീരിയൽ കാണുന്ന ഭാര്യ, സിനിമ കാണുന്ന ഭാര്യ, ആ ചോദ്യം ഭർത്താവിനോടാണ്. അതേപോലെ വീട്ടിലുള്ള മക്കളെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്നത്, മക്കളെ കുറിച്ച് ചോദിക്കുന്നത് ഉപ്പയോടാണ്. ഉപ്പ വീട്ടിലുണ്ടായിരിക്കുമ്പോ വീട്ടിന്റെ ഉത്തരവാദി ഉപ്പയാണ്, ഉമ്മയല്ല. ഉപ്പ വീട്ടിലുണ്ടാകുമ്പോ, ഭർത്താവ് വീട്ടിലുണ്ടാകുമ്പോ വീടിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഭർത്താവിന്റെ കൈകളിലാണ്. ആ സമയത്ത് ഭാര്യ ചെയ്യുന്നത് ഭർത്താവിന്റെ അറിവോടെയാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ആ സമയത്ത് മക്കള് ചെയ്യുന്നത് ഭർത്താവിന്റെ അറിവോടെയാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഇനി ഭർത്താവ് നാട്ടിലില്ല, ഭർത്താവ് ഗൾഫിലാണ്, ഭർത്താവ് ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോയതാണ്. ആ സമയത്ത് ആരാണ് വീട്ടിലുള്ളത്? വൽമർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ആ വീടിന്റെ ഭരണാധികാരി, ആ വീടിന്റെ ഉത്തരവാദിത്വം ആ പെണ്ണിന്റെ കയ്യിലാണ്. സൗണ്ട് കുറക്കല്ലേ. ആ വീടിന്റെ ഉത്തരവാദിത്വം പെണ്ണിന്റെ കയ്യിലാണ്. ഭാര്യയാണ് വീട് നിയന്ത്രിക്കേണ്ടത്, ഭാര്യയാണ് മക്കളെ കുറിച്ച് ആലോചിക്കേണ്ടത്.
ഉമ്മയുടെ അറിവോടെ മക്കള് നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ ആ ഉമ്മയോടാണ് അല്ലാഹു ചോദ്യം ചോദിക്കുന്നത്. ഉപ്പയ്ക്കതിൽ പേടിക്കാനില്ല. ഉപ്പ ഗൾഫിലാണ്, ഉമ്മയാണ് വീട്ടിലുള്ളത്. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന പൊന്നുമോൻ ഉമ്മയ്ക്ക് വിളിക്കാൻ സന്മനസ് വരുന്നില്ല. ചെറുതല്ലേ, ഉറങ്ങിക്കോട്ടെ. ചോദ്യം ഉമ്മയോടാണ്. ളുഹർ നിസ്കരിക്കാതെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതാണ് മക്കളെ. 10 വയസ്സ് കഴിഞ്ഞു. 10 വയസ്സ് കഴിഞ്ഞ മക്കളെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. ളുഹർ നിസ്കരിക്കാതെ അസ്ർ വരെ സ്കൂളിൽ നിന്നു. അസ്ർ നിസ്കാരം സമയമാകുമ്പോഴേക്കും വീട്ടിലെത്തി. അന്നത്തെ ളുഹർ നിസ്കാരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഉമ്മയോടാണ് ചോദ്യം. ഉമ്മയോടാണ് ചോദ്യം. മോള് നിസ്കരിച്ചില്ല, മകനും നിസ്കരിച്ചില്ല ളുഹർ നിസ്കാരം. ചോദ്യം ഉമ്മയോട്, ശിക്ഷയും ഉമ്മയ്ക്ക്, അതോടൊപ്പം മകനും മകൾക്കും. അതുകൊണ്ട് സ്കൂളിലേക്ക് ചേർക്കുമ്പോൾ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ എന്ന് ആലോചിക്കണം. നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത സ്കൂളുകളിൽ മക്കളെ ചേർക്കരുത്. എന്തിനാണ് ഈ ദുനിയാവ്? നിസ്കരിക്കാത്ത ദുനിയാവ് എന്തിന്? നിസ്കരിക്കാത്ത പഠനം എന്തിന്? നിസ്കരിക്കാത്ത സ്കൂളുകൾ നമ്മൾക്ക് എന്തിന്? അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ നിസ്കരിക്കാനാണ്. അള്ളാഹു പറഞ്ഞിട്ടില്ലയോ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിന് ഇങ്ങനൊരു ഭൂമിയെ സൃഷ്ടിക്കേണ്ട ആവശ്യം എന്താണ്? മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ആവശ്യം എന്താണ്? അള്ളാഹുവിന് മലക്കുകൾ നിരന്തരമായി തസ്ബീഹ് ചൊല്ലിയിരുന്നില്ലയോ? ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ മനുഷ്യന്മാരെ സൃഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് മലക്കുകൾ പറഞ്ഞത്? അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അല്ലാഹുവേ, എന്തിനാണ് ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നത്? നഹ്നു നുസബ്ബിഹു ബിഹംദിക, നിനക്ക് തസ്ബീഹ് ഞങ്ങൾ ചൊല്ലുന്നില്ലേ? വനുഖദ്ദിസു ലക്, ഞങ്ങൾ നിന്നെ തഖ്ദീസ് ചൊല്ലി വാഴ്ത്തുന്നില്ലയോ? നിന്നെ ആരാധിക്കാൻ ഞങ്ങളില്ലയോ? എന്താണ് അവരെ കുറിച്ച് പറഞ്ഞത്? ഹുമുൽ ഖൗമു ലാ യഅസൂനല്ലാഹ മാ അമറഹും. അല്ലാഹു കൽപ്പിച്ചതിനോട് ഒന്നുപോലും എതിര് പ്രവർത്തിക്കാതെ, തിന്നാതെ കുടിക്കാതെ, വിശ്രമമില്ലാതെ, ഊണില്ലാതെ, ഉറക്കില്ലാതെ നിരന്തരമായി അല്ലാഹുവിനെ ആരാധിക്കുന്ന ഞങ്ങളുണ്ടാകുമ്പോ പിന്നെ എന്തിനാണ് റബ്ബേ ഈ മനുഷ്യന്മാരെ നിങ്ങൾ സൃഷ്ടിക്കുന്നത്? എന്തിനാണ് റബ്ബേ ഈ രക്തം ചീന്തുന്ന, കൊലപാതകം നടത്തുന്ന, അക്രമങ്ങൾ സൃഷ്ടിക്കുന്ന, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്ന, മറ്റുള്ളവരെ പറ്റിക്കുന്ന, മറ്റുള്ളവരെ പരാജയപ്പെടുത്തുന്ന, വഞ്ചന നടത്തുന്ന ഈ മനുഷ്യന്മാരെ എന്തിനാണ് റബ്ബേ നീ സൃഷ്ടിക്കുന്നത് എന്ന് അള്ളാഹുവിനോട് മലക്കുകൾ ചോദിച്ചില്ലയോ? അള്ളാഹുവിന്റെ മറുപടി, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ആരാധിക്കാനാണ്. ഖലഖതുക ലിൽ ഇബാദ, നിന്നെ സൃഷ്ടിച്ചത് ആരാധിക്കാനാണ്. അള്ളാഹു എന്നെയും നിന്നെയും സൃഷ്ടിച്ചത് ആരാധിക്കാനാണ്. ഫലാ തൽഅബ്, അതുകൊണ്ട് കളിച്ച് നടക്കണ്ട. ജീവിതം കളിയാക്കി മാറ്റരുത്. ജീവിതം കളിയാക്കി മാറ്റരുത്. ജീവിക്കേണ്ടത് ആരാധിക്കാനാണ്. അതിനിടയിൽ കളികൾ കുഴപ്പമില്ല. ജീവിക്കേണ്ടത് ആരാധിക്കാനാണ്. അതിനിടയിൽ കളികൾ കുഴപ്പമില്ല. പക്ഷേ കളിക്കാൻ വേണ്ടി ജീവിക്കരുത്. കളിക്കാൻ വേണ്ടി ജീവിക്കരുത്. ആരാധിക്കാൻ വേണ്ടി നമ്മൾക്ക് ജീവിക്കാം. അതിനിടയിൽ കളികളാവാം. കളിക്കാൻ വേണ്ടി ജീവിച്ച് അതിനിടയിൽ ആരാധന വേണ്ട. കളിക്കാൻ വേണ്ടി ജീവിതം തന്നെ കളിയാണ്. ചിന്തകൾ കളിയാണ്, പ്രവർത്തനങ്ങൾ കളിയാണ്, ആലോചനകൾ കളിയാണ്. ജീവിതത്തിന്റെ സമയം ചെലവഴിക്കുന്നത് കളികൾക്ക് വേണ്ടി. അതിനിടയിൽ ആരാധന അത് വേണ്ട. അതിനല്ല അല്ലാഹു സൃഷ്ടിച്ചത്. ആരാധനയാണ് പ്രധാനം, നിസ്കാരമാണ് പ്രധാനം, ഇബാദത്താണ് പ്രധാനം. അതിനിടയിൽ നമ്മൾക്ക് കളിക്കാം. കളിയെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഖലഖതുക ലിൽ ഇബാദ, നിന്നെ അല്ലാഹു സൃഷ്ടിച്ചത് ആരാധിക്കാനാണ്. ഫലാ തൽഅബ്, അതുകൊണ്ട് പൊന്നുമോനെ നീ കളിച്ചു നടക്കല്ല. നിന്റെ ആരാധനകൾക്ക് നീ പ്രാമുഖ്യം നൽകണം. നിന്റെ ഇബാദത്തിന് പ്രാമുഖ്യം നൽകണമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരോട്, പ്രിയമുള്ള ഉപ്പമാരോട്, രക്ഷിതാക്കളോട് പറയാനുള്ളത്,
എന്നത് നമ്മുടെ മുമ്പിലുള്ള ഭാരിച്ച ഉത്തരവാദിത്വം നമ്മുടെ മക്കളെ അല്ലാഹുവിന് വഴിപ്പെടുന്ന മക്കളാക്കി മാറ്റുക എന്നതാണ്. 7 വയസ്സുവരെ മക്കളുടെ കൂടെ കളിച്ച്, മക്കളുടെ കൂടെ സമയം ചെലവഴിച്ച്, മക്കളുടെ കൂടെ അവരിൽ ഇടപഴകി, അവരുമായി തമാശകൾ പങ്കിട്ട്, അവരെ പോലെ അഭിനയിച്ച് 7 വയസ്സായാൽ പിന്നെ അല്പം ഗൗരവത്തിലാവണം. 7 വയസ്സ് പോലെയല്ല, 7 വയസ്സിന് ശേഷം കുഞ്ഞുണ്ടാവണം. നമ്മൾക്കൊരു കുഞ്ഞുണ്ടായി, അള്ളാഹു നമ്മൾക്കൊരു കുഞ്ഞിനെ തന്നാൽ നല്ല പേരിട്ട് കൊടുക്കാനും അദബ് പഠിപ്പിക്കാനും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലയോ? മൻ വലിദ ലഹു മൗലൂദുൻ, ഒരാൾക്ക് കുഞ്ഞുണ്ടായാൽ ഫൽയുഹ്സിൻ ഇസ്മഹു വഅദബഹ, നല്ല പേരിട്ട് കൊടുക്കണം. പേരിന്റെ പേരിൽ ഉസ്താദുമാരെ ശല്യം ചെയ്യരുത്, അല്ലെ? പേരിന്റെ ഉസ്താദുമാരെ ശല്യം ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പേര് പറഞ്ഞിട്ട് ഉസ്താദുമാരെ അർത്ഥം കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഒന്നുകിൽ അർത്ഥമുള്ള പേര് നിങ്ങൾ പറയണം, അല്ലെങ്കിൽ പിന്നെ ഉസ്താദുമാരോട് ചോദിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടണം. ഇത് രണ്ടേ നടക്കും. പേര് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന പേര്, അതിന് നിങ്ങൾ തന്നെ ആഗ്രഹിക്കുന്ന അർത്ഥവും ഞങ്ങൾ തരണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അങ്ങനെ ഉണ്ട് ചില ആള്. ഇതിനിങ്ങനെ അർത്ഥമില്ലേ, ഈ അർത്ഥമുണ്ടല്ലോ, ഇതിങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കൂടെ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകൾ. അപ്പോ നമ്മൾ അങ്ങനെ ചെയ്യരുത്. പേരിങ്ങനെ ആവശ്യമില്ലാതെ കുറെ ചുരുക്കിയിട്ടും കുറെ കൂട്ടിയിട്ടൊന്നും വലിയ കാര്യമില്ല. നല്ല പേരിട്ട് കൊടുക്കും. നല്ല അർത്ഥമുള്ള എന്തെങ്കിലും പേരിട്ടിട്ടാ പോരെ. ഏറ്റവും ഇതിൽ ഞാൻ പറയും, നിങ്ങൾക്ക് പേരിടുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇസ്ലാമിക ചരിത്രത്തിലെ ഇതിഹാസങ്ങളുടെ പേരിട്ട് കൊടുക്കുക. സലാഹുദ്ദീൻ അയ്യൂബി, നല്ല പേരല്ലേ? അങ്ങനെ ആവും. ഇസ്ലാമിക ചരിത്രത്തിലെ ഇതിഹാസങ്ങളുടെ പേര് കൊടുക്കുക, അവരങ്ങനെയാവും. അല്ലാതെ നിങ്ങൾ മോഡേൺ പേരിന്റെ പിന്നാലൊന്നും പോകരുത്. ഇതിലൊന്നും വലിയ കാര്യമില്ല. നല്ല പേരിട്ട് കൊടുക്കണം മക്കൾക്ക്. ഫൽയുഹ്സിൻ ഇസ്മ, നല്ല പേര് ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം ഫൽയുഹ്സിൻ ഇസ്മഹു വഅദബ, അദബ് പഠിപ്പിച്ചു കൊടുക്കണം, അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്. എന്താണ് അച്ചടക്കം? അദ്ദിബു ഔലാദകും അലാ 3 ഖിസാൽ, മക്കൾക്ക് 3 കാര്യം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബ്ബി നബിയിക്കും, ഹബീബിനെ സ്നേഹിക്കാൻ എപ്പോ മുതൽ? 7 വയസ്സ് മുതൽ പഠിപ്പിക്കണം. 7 വയസ്സ് മുതൽ നമ്മുടെ മക്കൾ ഒരു ദിവസം 100 സ്വലാത്ത് ചൊല്ലണം. രാത്രിയിൽ 100, രാവിലെ 100. അദ്ദിബു ഔലാദകും അലാ 3 ഖിസാൽ, മക്കൾക്ക് 3 കാര്യം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 7ാമത്തെ വയസ്സ് മുതൽ നബിയോടുള്ള സ്നേഹം നമ്മുടെ മക്കളിൽ കാണണം. സ്വലാത്ത് ചൊല്ലുന്ന മക്കളെ കാണണം. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ മഗ്രിബിന് മുമ്പ് ഒരു 100 സ്വലാത്ത് ചൊല്ലിയിരിക്കണം നമ്മുടെ മക്കൾ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒരു 100 സ്വലാത്ത് നമ്മുടെ മക്കൾ ചൊല്ലിയിരിക്കണം. ഹബീബിനെ കുറിച്ച് വായിക്കുന്നത് കാണണം, ഹബീബിനെ കുറിച്ച് കേൾക്കുന്നത് കാണണം, ഹബീബിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും കാണണം. ഇവിടെയാണ് നമ്മുടെ മക്കൾ വളരുന്നത്. ഈ സ്നേഹമാണ് ഭാവിയിൽ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഈ സ്നേഹമാണ് കൺകുളിർക്ക് ആസ്വദിക്കാൻ നമ്മൾക്ക് കഴിയുന്നത്. അദ്ദിബു ഔലാദകും അലാ 3 ഖിസാൽ, മക്കളെ നിങ്ങൾ 3 കാര്യം പഠിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒന്ന് ഹബ്ബി നബിയിക്കും, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ. ഹബീബിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചാൽ മതി, വേറൊന്നും വേണ്ട. ഹബീബിനോട് സ്നേഹമുണ്ടായാൽ ഹബീബിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കും, ഹബീബിന്റെ ചരിത്രങ്ങൾ വായിക്കാൻ ശ്രമം നടത്തും, ഹബീബിനെ കുറിച്ചുള്ള വാദകൾ താല്പര്യത്തോടെ കേൾക്കും. പിന്നെ ഹബീബിനെ പോലെ നടക്കാൻ ആഗ്രഹമുണ്ടാകും, ഹബീബിനെ പോലെ ജീവിക്കാൻ ആഗ്രഹങ്ങളുണ്ടാകും, ഹബീബിനെ പോലെ വസ്ത്രം ധരിക്കാൻ, ഹബീബിനെ പോലെ ഭക്ഷണം കഴിക്കാൻ, ഹബീബിനെ പോലെ ആരാധനകൾ അർപ്പിക്കാൻ. സ്നേഹം മനസ്സിലേക്ക് കയറിക്കൂടിയാൽ പിന്നൊരു വാദിന്റെ ആവശ്യമില്ല. എന്തൊരു മനോഹരാണല്ലേ ഉപദേശമൊക്കെ, അല്ലെ? അല്ല, ആലോചിച്ച് നോക്കിയേ. നബി തങ്ങൾ അദബ് പഠിപ്പിക്കാൻ പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഹബ്ബി നബിയിക്കും, നബി തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. റൊണാൾഡോയോട് സ്നേഹമുള്ളത് കൊണ്ടല്ല റൊണാൾഡോയുടെ ടീഷർട്ട് ഇട്ട് നടക്കുന്നത്.
മെസ്സിയോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ മെസ്സിയുടെ പ്രൊഫൈൽ പിക്ചർ വെക്കുന്നത്, മെസ്സി ഗോളടിക്കുമ്പോൾ സിന്ദാബാദ് വിളിക്കുന്നതൊക്കെ അല്ലെ? അല്ലെങ്കിൽ എന്ത് ബന്ധാ ഞാനും മെസ്സിയും നിങ്ങളും മെസ്സിയും എന്താ ബന്ധമുള്ളത്? അളപ്പാന്റെ മോനൊന്നല്ലല്ലോ, ആണോ? നിങ്ങൾ അളപ്പാന്റെ മോനൊന്നല്ലല്ലോ, നിങ്ങളെ നാട്ടുകാരല്ല. നിങ്ങളെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടില്ല, നിങ്ങളെ രാജ്യത്തിന് 5 പൈസ കൊടുത്തിട്ടില്ല. പിന്നെ എന്ത് ഞാനും മെസ്സിയും തമ്മിൽ ബന്ധം? സ്നേഹമുള്ളത് കൊണ്ട് നമ്മൾ പ്രൊഫൈൽ പിക്ചർ വെക്കുന്നു, അവരെ വീഡിയോ കാണുന്നു, അവരെ ഗോള് കാണുന്നു, അവരെ കുറിച്ച് വാർത്ത കേൾക്കുമ്പോൾ വായിക്കുന്നു. അവരെ ലവ് പൊട്ടിപ്പോയാലേ നമുക്ക് ലവ് പൊട്ടിയതിനേക്കാളും വലിയ വിഷമാണ് അല്ലേ? അവർ തോറ്റുപോയാൽ പടച്ചോനെ ഉപ്പ മരിച്ചതിനേക്കാളും വിഷമാണ്. എന്തൊരു വിഷമ! സ്നേഹമുള്ളതുകൊണ്ട് അത് മാറ്റിയിട്ട് ആ സ്നേഹം നബിത്തങ്ങളുടേതാക്കിയാൽ മതി. അപ്പൊ നബിത്തങ്ങൾ എങ്ങനെയായിരുന്നു വസ്ത്രം ധരിച്ചത് അതുപോലെ ധരിക്കാൻ ശ്രമിക്കും. നബിത്തങ്ങൾ എങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് അതുപോലെ കഴിക്കാൻ ശ്രമിക്കും. നബിത്തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു അതുപോലെ ജീവിക്കാൻ ശ്രമിക്കും. പിന്നെയുള്ള ഓരോ പ്രവർത്തനങ്ങളും എൻ്റെ ഹബീബിന് എന്നെ കാണുമ്പോൾ ഇഷ്ടം തോന്നണം എന്ന ചിന്തയായിരിക്കും. നിങ്ങൾ വലിയ വേദമൊന്നും പറഞ്ഞു കൊടുക്കണ്ട, നിങ്ങൾ നബിത്തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചാൽ മതി. 7ാമത്തെ വയസ്സ് മുതൽ നബിത്തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. അത് മതി, സ്നേഹിച്ചാൽ മതി. മക്കളെ നബിത്തങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങൾക്കൊരു ടെൻഷനുമില്ല. ഹബീബിന്റെ മുഹബ്ബീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. അദ്ദിബൂ ഔലാദകും അലാ 3 ഖിസ്വാൽ. 3 കാര്യം നിങ്ങൾ മക്കളെ പഠിപ്പിച്ചേക്കണം. അതിലൊന്ന് ഹുബ്ബി നബിയിക്കും, നിങ്ങളുടെ നബിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. 7 വയസ്സാകുമ്പോഴേക്കും അവരുടെ കൂടെ കളിച്ച് അവരുടെ കൂടെ സമയം ചെലവഴിച്ച്, ആ സമയത്ത് വാല് പറയേണ്ട ആവശ്യമില്ല, കളിക്കേണ്ട സമയമാണ് 7 വയസ്സ് വരെ. പക്ഷേ ആ സമയത്തും മക്കൾ നമ്മളിൽ നിന്ന് കാണേണ്ടത് ഈ ഹബീബിന്റെ ജീവിതമായിരിക്കണം. അവിടെയുണ്ട് പ്രധാനം. 7 വയസ്സ് വരെ ഉമ്മയിൽ നിന്ന് കാണേണ്ടത്, ഉപ്പയിൽ നിന്ന് കാണേണ്ടത് ഹബീബിന്റെ ജീവിതമായിരിക്കണം. ഹബീബിന്റെ ജീവിതമാക്കാൻ നമ്മളും അല്പം പരിശ്രമിക്കേണ്ടതുണ്ട്. 7ാമത്തെ വയസ്സ് മുതൽ നമ്മൾക്ക് അതവ് പഠിപ്പിച്ചു തുടങ്ങാം. സ്നേഹിക്കാൻ തുടങ്ങിയാൽ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങും. അവർ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയാൽ അവരുടെ വേഷവും അവരുടെ ജീവിതവും അവരുടെ പെരുമാറ്റവും എല്ലാം അല്ലാഹുവിന്റെ ഹബീബായി മാറും. ഹബീബിന്റെ പെരുമാറ്റം ഖുർആനല്ലേ, അവരുടെ പെരുമാറ്റവും ഖുർആനായി മാറും. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. പിന്നെയോ വഹുബ്ബി അഹ്ലി ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബക്കാരെ സയ്യിദന്മാരെ സ്നേഹിക്കാൻ മക്കളെ പഠിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. വതിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാനും മക്കളെ പഠിപ്പിക്കണം. ഖുർആൻ പഠിപ്പിക്കണം. ഒന്നാമതായി സ്നേഹമാണ്. സ്നേഹം വളരെ പ്രധാനമാണ്. ഒരാളുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ ചെയ്യൂലല്ലോ. തഅസിൽ ഇലാഹ വഅൻത തൽതുഹിറു ഹുബ്ബഹു ذاك لعمري في المقال شنيع إن كان حبك صادقا لأطعته إن المحب لمن يحب يطيع. എന്താണ് മനോഹരമായ കവിതയാണിത്. തഅസിൽ ഇലാഹ, നീ അല്ലാഹു പറഞ്ഞതിന് വിപരീതമായിട്ടാണ് നടക്കുന്നത്. വഅൻത തുൽഹിറു ഹുബ്ബഹു, എന്നിട്ട് നീ പറയുന്നു എനിക്കെന്റെ റബ്ബിനോട് ഇഷ്ടമാണ് എന്ന്. നീ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് വിപരീതമാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് നീ പറയുന്നു എനിക്കെന്റെ റസൂലിനെ ഇഷ്ടമാണെന്ന്. ദാകാല ഉംദി ഫിൽ മഖാലി ശനീഉ, നീ പറയുന്നത് പച്ച നുണയാണ് പൊന്നുമോനെ. നീ പറയുന്നത് യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്ത പച്ച നുണയാണ് പൊന്നുമോനെ. ഇൻകാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു, നിനക്ക് അല്ലാഹുവിനോടുള്ള ഇഷ്ടം സത്യമാണെങ്കിൽ, നിനക്ക് നബിയോടുള്ള സ്നേഹം സത്യമാണെങ്കിൽ നീ നബി തങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാകൂലേ? അല്ലാഹു പറഞ്ഞതിന് വിപരീതമായി പ്രവർത്തിക്കുമോ? ഇൻകാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതീഉ.
കാരണം സ്നേഹിതന്മാര് പറയുന്നത് കാമുകിമാര് പറയുന്നത് കാമുകന്മാര് കേൾക്കാറില്ലയോ? കാമുകിമാരെന്താ പറയുന്നത്? ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കും, ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ, സിനിമക്ക് പോകണമെന്ന് പറഞ്ഞാൽ, ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ എന്താണോ തന്റെ കാമുകിമാർ ഇഷ്ടഭാചനം പറയുന്നത് അതതുപോലെ ചെയ്തു കൊടുക്കാൻ മടിക്കാത്ത കാമുകന്മാര് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ, അത് ലൈവായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ, നമ്മുടെ യഥാർത്ഥ സ്നേഹം അല്ലാഹുവാണെങ്കിൽ, യഥാർത്ഥ സ്നേഹം പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്ക് എങ്ങനെയാണ് ഹബീബിനെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്നത്? ഹബീബ് ചെയ്യല്ല എന്ന് പറഞ്ഞത് ചെയ്യാൻ കഴിയുന്നത്, അല്ലാഹു ചെയ്യല്ല എന്ന് പറഞ്ഞത് ചെയ്യാൻ കഴിയുന്നത്? അതുകൊണ്ട് അദബ് പഠിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹമാണ്, നബി കുടുംബത്തോടുള്ള സ്നേഹമാണ്. മൂന്നാമതായിട്ടാണ് ഖുർആൻ പറഞ്ഞത്. നബി തങ്ങളോട് സ്നേഹമുള്ളവൻ ഖുർആൻ പറഞ്ഞില്ലേലും പഠിക്കാൻ ശ്രമിക്കും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി സ്നേഹം പഠിപ്പിക്കുക. ഹബീബിന്റെ ഏറ്റവും സ്നേഹിക്കുന്നത് ഹബീബിനെയായിരിക്കണം നമ്മുടെ മക്കള്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു സന്ദേശമാണ് രക്ഷിതാക്കളായ നമ്മൾക്ക് മക്കൾക്ക് നൽകാനുള്ളത്. അല്ല സമ്പാദ്യങ്ങളുടെ കണക്കല്ല, ബിസിനസ് സാമ്രാജ്യങ്ങളുടെ കണക്കല്ല, അങ്ങാടികളിൽ നമ്മൾ വാങ്ങിച്ചു വെച്ച സ്ഥലങ്ങളുടെ കണക്കല്ല. ഇതൊക്കെ ഉണ്ടാകുമ്പോ അത് എത്രയുണ്ടായാലും നിങ്ങൾക്ക് പേടിക്കാനില്ല. ഇതിനാണ് പ്രാധാന്യമെങ്കിൽ അല്ലാഹു നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു നിലനിർത്തി തരട്ടെ. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ നഈഷു ഫീ ബഗ്ദാദ്, ഞാൻ ബഗ്ദാദിൽ ജീവിച്ചിരിക്കുമ്പോ. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ നഈഷു ഫീ ബഗ്ദാദ്, ഞങ്ങൾ ബഗ്ദാദിൽ ജീവിക്കുമ്പോ, ബഗ്ദാദിൽ ഞാനും എന്റെ ഉമ്മയും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ, എന്റെ ഉപ്പ ചെറുപ്പത്തിലെ മരിച്ചുപോയാളാണ് എന്റെ പിതാവ്. ഞാൻ എന്റെ ഉമ്മയുടെ കൂടെയാണ് ജീവിച്ചു വളർന്നത്. فإذا كان قبل الفجر أيقظتني أمي, സുബഹിയുടെ മുമ്പേ എന്റെ ഉമ്മ എന്നെ വിളിച്ചുണർത്തുമായിരുന്നു. സുബഹിയുടെ മുമ്പേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, എങ്ങനെയാണ് ഒരാൾ മഹാനാകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഉമ്മമാര് പ്രത്യേകിച്ച് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. മക്കൾ വെറുതെ നന്നാവൂല. നമ്മൾ ദുആ ചെയ്തിട്ട് മക്കളെ നന്നാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളിൽ ഉണ്ടാവണം. വെറുതെ ദുആ ചെയ്യാൻ പറഞ്ഞാലൊന്നും മക്കൾ നന്നാവൂല. നമ്മുടെ ഭാഗത്ത് അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, എന്റെ പിതാവ് ചെറുപ്പത്തിലെ ലോകത്തോട് വിട പറഞ്ഞു പോയ ആളാണ്. വകുന്തു അഈശു മഅ ഉമ്മീ, ഞാൻ എന്റെ ഉമ്മയുടെ കൂടെയാണ് ജീവിച്ചിരുന്നത്. എന്റെ ഉമ്മ സുബഹി ബാങ്ക് വിളിക്കുന്നതിന്റെ എത്രയോ മുമ്പ് എന്നെ വിളിക്കുമായിരുന്നു എന്റെ ഉമ്മ. എന്നിട്ടോ വസഖനത് ലിയൽ മാ, വെള്ളം ചൂടാക്കുമായിരുന്നു. സുബഹിക്ക് മുമ്പേ എണീറ്റിട്ട് വെള്ളം ചൂടാക്കും, വെള്ളം തിളപ്പിക്കും. എന്നിട്ട് ആ വെള്ളം കൊണ്ട് തണുത്ത പ്രഭാതങ്ങളിൽ ഞാൻ കുളിക്കുകയും വുളൂ ചെയ്യുകയും ചെയ്യും. ഉമ്മ നേരത്തെ എണീറ്റ്, ഉമ്മ കുറച്ച് കഷ്ടപ്പെടണം, ഉമ്മ കുറച്ച് പ്രയാസപ്പെടണം. എന്റെ മകനെ വിളിച്ചുണർത്തുന്നതിന് മുമ്പേ ഉമ്മ എണീറ്റ് വെള്ളം ചൂടാക്കി മകനെ വിളിച്ചുണർത്തി കുളിപ്പിച്ചു, വുളൂ ചെയ്യിപ്പിച്ചു. ആ സമയത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വയസ്സ് 10 വയസ്സായിരുന്നു. 10 വയസ്സ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, കുളിച്ചു വുളൂ ചെയ്തു കഴിഞ്ഞാൽ വജലസ്നാ നുസല്ലി ഹത്താ യുഅദ്ദിനൽ ഫജ്ർ, ഹത്താ യുഅദ്ദനൽ ഫജ്ർ, സുബഹി ബാങ്ക് വിളിക്കപ്പെടുന്നത് വരെ, സുബഹി ബാങ്ക് വിളിക്കപ്പെടുന്നത് വരെ ഞാനും എന്റെ ഉമ്മയും തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങളുടെ വീട്ടിൽ വെച്ച്. 10 വയസ്സുള്ള മകനെയും കൂട്ടി ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കുകയാണ് വീട്ടിൽ സുബഹി ബാങ്ക് വിളിക്കുന്നത് വരെ. വഇൻദൽ അദാൻ, ബാങ്കിന്റെ വിളിയാളം കേട്ടാൽ, ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ഉമ്മ പൊന്നുമോനെയും കൂട്ടി ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന 10 വയസ്സുകാരനെയും കൂട്ടി പള്ളിയിലേക്ക് നടക്കുമായിരുന്നു.
പള്ളിയിലുള്ള നിസ്കാരം കഴിയുന്നതുവരെ കാത്തിരിക്കുമായിരുന്നു ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മാതാവ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി ജമാഅത്ത് കഴിയുന്നതുവരെ പള്ളിയിൽ കാത്തിരിക്കുമായിരുന്നു മഹദിയായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മാതാവ്. കാരണം ആ സമയത്ത് പട്ടണങ്ങൾ ഇരുട്ട് നിറഞ്ഞതായിരുന്നു, ഇരുണ്ടതായിരുന്നു. പിന്നെ രണ്ടുപേരും പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഒന്നിച്ചു തിരിച്ചു വരുമെന്ന് മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. പിന്നെ അല്പം വയസ്സായപ്പോ അദ്ദേഹത്തിന്റെ മാതാവ് ഇൽമു പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പറഞ്ഞേക്കുകയാണ്. അതുകൊണ്ടാണ് പ്രഗത്ഭരായ ആലിമീങ്ങൾ പറഞ്ഞത്, ഇമാം അഹ്മദ്, മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മാതാവിന് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് എന്താണോ അല്ലാഹു നൽകുന്നത് അതേ പ്രതിഫലം അല്ലാഹു അദ്ദേഹത്തിന്റെ മാതാവിനും നൽകും. കാരണം അദ്ദേഹമാക്കി വളർത്തിയത് മാതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹു നൽകുന്ന പ്രതിഫലങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ ഉമ്മയ്ക്കും കിട്ടുമെന്ന് പ്രഗത്ഭരായ ആലിമീങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ നിസ്കാരക്കുപ്പായത്തിന്റെ കാര്യം വരുമ്പോ ഞാൻ പറഞ്ഞത്. നിസ്കാരക്കുപ്പായം നമ്മൾ വാങ്ങിച്ച് നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ പെങ്ങൾക്ക്, നമ്മുടെ ഉമ്മയ്ക്ക്, നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകി. ആ നിസ്കാരക്കുപ്പായം ഉപയോഗിച്ച് എത്ര കാലം അവർ നിസ്കരിക്കുന്നുണ്ടോ അത്രയും കാലം അവരുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം ഈ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുമെന്നാണ് പരിശുദ്ധ ഹദീസിന്റെ താല്പര്യം. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി മിൻ ബഅദി മൗതിഹി മുസ്ഹഫൻ വറസ. ഒരാൾ ഒരു മുസ്ഹഫ് മറ്റൊരാൾക്ക് സംഭാവനയായി നൽകിയാൽ, ഒരാൾ ഒരു മുസ്ഹഫ് മറ്റുള്ളവർക്ക് വെറുതെ നൽകിയാൽ, ഉമ്മയ്ക്കൊരു മുസ്ഹഫ് നൽകി, ഉമ്മ ആ മുസ്ഹഫ് ഓതുമ്പോ ഭാര്യയ്ക്കൊരു മുസ്ഹഫ് നൽകി, ഭാര്യ ആ മുസ്ഹഫ് വെച്ച് ഓതുമ്പോ മക്കൾക്കൊരു മുസ്ഹഫ് നൽകി, മദ്രസകളിലേക്ക് പള്ളിയിലേക്ക് മുസ്ഹഫ് നൽകി. ആ മുസ്ഹഫുകൾ എടുത്ത് ആരൊക്കെയാണോ ഓതുന്നത് അവരുടെ പ്രതിഫലം ഈ കൊടുത്ത ആളുകൾക്കും അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇനി കൊടുത്ത ആൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി, ഞാനാണ് മുസ്ഹഫ് നൽകിയത് എന്റെ മക്കൾക്ക്, ഞാൻ ലോകത്തോട് വിട പറഞ്ഞു പോയി, ഖബറിൽ കിടക്കുകയാണ്. ഞാൻ നൽകിയ മുസ്ഹഫ് കൊണ്ട് എന്റെ മക്കൾ നിരന്തരമായ ഖുർആൻ ഓതുമ്പോ അവരോതുന്ന ഖുർആനിന്റെ പ്രതിഫലം എന്റെ ഖബറിലേക്ക് കടന്നു വരും. അല്പം പോലും കുറയാതെ മക്കൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്ന് അല്പം പോലും കുറയാതെ എന്റെ ഖബറിലേക്കും കടന്നു വരും. നമ്മളൊരു നിസ്കാരക്കുപ്പായം നൽകി നാളെ മരിച്ചുപോയാൽ ആരൊക്കെയാണോ ആ നിസ്കാരക്കുപ്പായം ഉപയോഗിച്ച് നിസ്കാരം നിർവഹിക്കുന്നത് അല്പം പോലും കുറയാതെ അവരെ നിസ്കാരത്തിന്റെ പ്രതിഫലം അല്ലാഹു നമ്മുടെ ഖബറിലേക്കും തരുമെന്നതാണ് ഹദീസിന്റെ താല്പര്യം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹതിമാരായ സഹോദരിമാരുടെ ജീവിത ചരിത്രത്തിൽ പറയുന്നൊരു സംഭവം കാണാം. പ്രസവവേദന വന്നപ്പോൾ, ഒരു പെണ്ണിന് പ്രസവവേദന വന്നപ്പോൾ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രാർത്ഥന ഓർമ്മ വന്നു. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. മറിയം ബീവിയുടെ ഉമ്മയുടെ പ്രാർത്ഥനയാണിത്, മറിയം ബീവിയുടെ മാതാവിന്റെ പ്രാർത്ഥനയാണിത്. അല്ലാഹുവേ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ ഞാൻ എന്റെ മക്കളെ പിശാചിൽ നിന്ന് നിന്നോട് കാവൽ തേടുകയാണ് എന്ന മറിയം ബീവിയുടെ മാതാവിന്റെ പ്രാർത്ഥന ഓർമ്മ വന്ന ഒരു മാതാവ് പ്രസവ വേദനയുള്ള സമയത്ത് നന്നായി ദുആ ചെയ്യുകയുണ്ടായി. അല്ലാഹുവേ എന്റെ ഈ കുഞ്ഞിനെ നീ പിശാചിൽ നിന്ന് കാക്കണേ അല്ലാ. എന്നിട്ട് ഈ മഹദി പറയുകയാണ്, എന്റെ കുഞ്ഞ് പ്രസവിച്ചതിന് ശേഷം എന്റെ ഈ പൊന്നുമോളെ ഞാൻ കാണാനിടയായി പ്രത്യേകമായൊരു ശാന്തത. വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും.
അവളെ വളർത്താൻ എനിക്ക് പ്രയാസം വന്നിട്ടേ ഇല്ല. അവളെ വളർത്താൻ എനിക്ക് പ്രയാസം വന്നിട്ടേ ഇല്ല. കാരണം ഞാൻ എന്റെ പ്രസവ സമയത്ത് ദുആ ചെയ്തത് എന്താണ്? എന്റെ പ്രസവ സമയത്ത് ഞാൻ ദുആ ചെയ്തത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള പ്രാർത്ഥന കാരണം, മറിയം ബീവിയുടെ ഉമ്മയുടെ ദുആ ഞാൻ ദുആ ചെയ്തത് കാരണം എന്റെ കുഞ്ഞിനെ വളർത്താൻ എനിക്ക് പ്രയാസം വന്നിട്ടില്ല. എന്റെ കുഞ്ഞിന് മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെയുള്ള വികൃതികൾ ഉണ്ടായിട്ടില്ല എന്ന് ഈ മാതാവ് പറയുമ്പോൾ, ഉമ്മമാരെ, ഇനി ഗർഭിണിയാകുന്നവർ, ഗർഭിണികളായവർ, പ്രസവിക്കുന്നവർ, പ്രസവിച്ചവർ, എല്ലാ ആളുകൾക്കും ദുആയിലൂടെ ഇൻഷാ അല്ലാഹ് നല്ല ശ്രദ്ധയോടെ നല്ല നിരീക്ഷണത്തോടുകൂടി നമ്മുടെ മക്കളെ നന്നാക്കാൻ നമ്മൾക്ക് ശ്രമിക്കാം. അവർക്ക് ദുനിയാവിന്റെ ബോധം നൽകുന്നതിന് പകരം ഉഖ്റവിയായ പാരത്രികമായ ചിന്തകൾ നൽകാൻ വേണ്ടി എല്ലാ ആളുകളും ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ ആലിമീങ്ങൾ പറയുന്നുണ്ട്, ഇദാ അല്ലംത ബിനകൽ വുളൂഅ, നിങ്ങൾ നിങ്ങളുടെ മകന് വുളൂ ചെയ്യാൻ പഠിപ്പിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ മകന് വുളൂ ചെയ്യാൻ പഠിപ്പിച്ചാൽ, ഫവല്ലാഹ്, അല്ലാഹുവാണ് സത്യം, മാ യുസീബുൽ മാഉ ഉൽവൻ മിൻ അളാഇഹി, വുളൂ ചെയ്യുന്ന മകന്റെ ശരീരത്തിലേക്ക് വെള്ളം കയറുമ്പോ, വുളൂ ചെയ്യുന്ന മകന്റെ ശരീരത്തിലേക്ക് വെള്ളം കയറുമ്പോ, എവിടെയൊക്കെയാണോ വെള്ളം കയറുന്നത് ആ സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറുന്നതിനനുസരിച്ച് വുളൂ ചെയ്യാൻ പഠിപ്പിച്ചതിന്റെ പേരിൽ ആ പഠിപ്പിച്ച ഉപ്പയ്ക്ക് അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വുളൂ ചെയ്യാൻ പഠിപ്പിച്ചാൽ വുളൂവിന്റെ വെള്ളം എവിടെയൊക്കെയാണോ എത്തുന്നത് ആ വെള്ളം സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾക്കെല്ലാം അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്നാണ്. നിസ്കരിക്കാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചാൽ അവർ നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം നിങ്ങൾക്കാണ്. ഖുർആൻ ഓതാൻ പഠിപ്പിച്ചാൽ അവർ ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലം നിങ്ങൾക്കാണ്. എന്തിനേറെ, ഒരു തലമുറയല്ല, ഒരു പക്ഷേ ഈ മക്കൾ കൊണ്ട് 7 തലമുറയോളം ഒരു ഉമ്മാക്ക് മക്കളുടെ പ്രതിഫലങ്ങൾ ആസ്വദിക്കാമെന്നാണ് പ്രഗത്ഭരായ ആലിമീങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. 7 തലമുറ, ഒരു തലമുറയല്ല, 7 തലമുറയോളം ഇത് ആസ്വദിക്കാമെന്നാണ്. ഒരു മകൻ നന്നായാൽ ആ മകന്റെ ഒരു മകൻ നന്നായാൽ ആ മകന്റെ ഒരു മകൻ നന്നായാൽ, അങ്ങനെ 7 തലമുറയിലുള്ള ഓരോ ആളുകൾ നന്നായാൽ ആദ്യം നന്നാക്കാൻ ശ്രമിച്ച ഉമ്മയ്ക്ക് പിന്നെ അവരുടെ ആരാണോ ഏറ്റവും ആദ്യം ചെയ്തത് അവർക്കടക്കം ഇതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് പ്രഗത്ഭരായ ആലിമീങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. سمعت عون بن أبي عمران الجوني يقول, ഇങ്ങനെ ഔൻ ഇബ്നു അബി ഇമ്രാൻ അൽ ജൗനി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം പറയാണ്, കാനത് ഉമ്മി തഖൂമുൽ ലൈല, എന്റെ ഉമ്മ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. കാനത് ഉമ്മി തഖൂമുൽ ലൈല, എന്റെ ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കുന്നത്, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഫതുസല്ലി ഹത്താ തഅസിബ റിജ്ലൈഹാ വസാഖൈഹാ ബിൽ ഖിറഖി, കാല് നീര് വന്നിട്ട് കാല് കടഞ്ഞ് കാല് കടച്ചിലുണ്ടായി, കാലിന് ക്ഷീണമുണ്ടായി, കാലിലേക്ക് തുണിക്കഷ്ണങ്ങൾ കെട്ടിവെക്കുന്നത് ഞാൻ കാണാറുണ്ട്. എന്റെ ഉമ്മ നിസ്കരിക്കുന്നതാണ് മക്കൾ കാണേണ്ടത്. സിനിമ കാണുന്ന ഉമ്മയെയല്ല, സീരിയൽ കാണുന്ന ഉമ്മയെയല്ല, മൊബൈൽ ഫോണിലൂടെ വാട്സപ്പിൽ കളിച്ചിരിക്കുന്ന ഉമ്മയെയല്ല. മക്കൾ കാണേണ്ടത് രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയാണ്. സുബഹി നിസ്കാരത്തിന്റെ മുമ്പേ എണീറ്റ് ഖുർആൻ ഓതുന്ന ഉമ്മയാണ്. ബാങ്ക് വിളിക്കുമ്പോൾ എല്ലാ ജോലിയും നിർത്തിവെച്ച് നിസ്കാരത്തിലേക്ക് കടന്നു വരുന്ന ഉമ്മയാണ്. മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ ഖുർആനുമായി ബന്ധപ്പെടുന്ന ഉമ്മയാണ്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന മാതാവ്, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന മാതാവ്, സ്വലാത്ത് ചൊല്ലുന്ന മാതാവ്, വാഖിയ അതേപോലെ ഹദ്ദാദ് ചൊല്ലുന്ന മാതാവ്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മാതാവ്. ഇതാണ് മക്കൾക്ക് ഉമ്മയിൽ നിന്ന് കാണേണ്ടത്. ദൗർഭാഗ്യവശാൽ, ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് കാണാൻ മക്കൾക്ക് കഴിയുന്നില്ല. ഇന്ന് ഇതെല്ലാം ഉമ്മമാരിൽ നിന്ന് മക്കൾ കാണുന്നത്. ഈ മക്കൾ
നന്നാകണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. ഈ മക്കള് മോശമായതിൽ നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഈ മക്കള് മഹാന്മാരാകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റി. കാരണം വളരുന്നത് സിനിമ കാണുന്ന ഉമ്മയിൽ നിന്ന്, സീരിയൽ കണ്ട് വളരുന്ന ഉമ്മയിൽ നിന്ന്, മൊബൈൽ ഫോണിൽ കളിച്ചു വളരുന്ന ഉമ്മയിൽ നിന്ന്. നിർത്തിവെക്കണം ഉമ്മമാർ, നിർത്തിവെക്കണം ഉമ്മമാരെ. അതിന് പകരം തഹജ്ജുദ് നിസ്കരിക്കുന്ന നിങ്ങളെ കാണണം, ഖുർആൻ ഓതുന്ന നിങ്ങളെ കാണണം, തസ്ബീഹ് മാല പിടിച്ച് ദിക്ർ ചൊല്ലുന്ന നിങ്ങളെ കാണണം. എപ്പോഴാണ് കാണേണ്ടത്? നിങ്ങൾക്ക് 90 വയസ്സാകുമ്പോ 50 വയസ്സുള്ള മക്കളല്ല കാണേണ്ടത്. 18 വയസ്സിൽ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞാൽ 19ാമത്തെ വയസ്സിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് പ്രസവിച്ചത് മുതൽ കാണണം ഈ ഉമ്മയെ. അഥവാ ഒരു 19കാരി തസ്ബീഹ് മാല പിടിച്ച് ദിക്ർ ചൊല്ലുന്നത് തന്റെ പൊന്നുമോൻ കാണണം. ഒരു 20കാരി രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നത് പൊന്നുമോൻ കാണണം. ഖുർആൻ ഓതുന്നത് പൊന്നുമോൻ കാണണം. എപ്പോ മുതൽ? കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടായത് മുതൽ തന്നെ ശ്രദ്ധയോടെ നമ്മുടെ മക്കൾക്ക് ഇത് കണ്ടുകൊണ്ടേയിരിക്കണം. അല്ലാതെ വൃദ്ധരായ വൃദ്ധരായ ഉമ്മമാർ ഇന്ന് തസ്ബീഹ് മാല പിടിക്കാറുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്. അവരുടെ 50 വയസ്സായ മക്കളാണിത് കാണുന്നത്. കണ്ടിട്ട് കാര്യമില്ല. കാണേണ്ടത് പിഞ്ചു പൈതങ്ങളാണ്. ചെറുപ്പത്തിൽ തന്നെ കണ്ടു വളരണം. എന്നാൽ ഈ മക്കൾ തെറ്റിലേക്ക് പോകൂല. എന്നാൽ ഈ മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ തഹജ്ജുദിന്റെ ശീലമുണ്ടാകും, ഖുർആൻ ഓതുന്ന ശീലമുണ്ടാകും, അച്ചടക്കമുണ്ടാകും. കഴിയുമെങ്കിൽ ചെയ്യണം ഉമ്മമാരെ. ഒന്ന് അധ്വാനിച്ചു നോക്കണം. ദുനിയാവല്ല വലുത്. ദുനിയാവിന്റെ സുഖങ്ങളൊക്കെ ആസ്വദിച്ചോളൂ. ഹലാലായ ആസ്വാദനങ്ങളെ ഞാൻ എതിർക്കുന്നില്ല. ഹലാലായ എന്ത് ആസ്വാദനങ്ങളും നിങ്ങൾ ചെയ്തോളൂ. അതിന് യാതൊരു വിയോജിപ്പില്ല. നല്ല വസ്ത്രം ധരിക്കുന്നത് ഇസ്ലാം നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല. പക്ഷേ ഹറാമായ വഴികൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കരുത്. ഹറാമായ വഴികൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കരുത്. അഥവാ മഹാനായ ഔൻ ഇബ്നു ഇമ്രാൻ എന്ന് പറയുന്ന ഈ മഹാനായ ആലിമിന്റെ മാതാവ് രാത്രി നിസ്കരിക്കുന്നത് കാണാനിടയായി. കാലിലേക്ക് കഷ്ണങ്ങൾ, തുണിക്കഷ്ണങ്ങൾ വെച്ച് കെട്ടുന്നുണ്ട്. ഫയഖൂലു ലഹാ അബൂ ഇമ്രാൻ. അപ്പോഴേക്കും അബൂ ഇമ്രാൻ എന്ന് പറയുന്നവർ അദ്ദേഹത്തിന്റെ ഉമ്മയോട് പറയാണ്, ഒന്ന് നിർത്തിക്കൂടെ? എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? നിന്ന് 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 നിങ്ങളുടെ കാലുകൾക്ക് നീര് വന്നത് കണ്ടിട്ടില്ലേ? കാലുകൾ ക്ഷീണിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ മക്കളോട് പറയുന്നത് മക്കളുടെ പിതാവിനോട് പറയുന്നത്, ഹാദാ ഇൻദ തൂലിൽ ഖിയാമി ഫിൽ മൗഖിഫ് ഖലീൽ. മക്കളെ, ഇത് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നുകയാണ്. എന്നാൽ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, 50000 വർഷം നിൽക്കേണ്ട ഒരു സമയമില്ലയോ? ഇത് രാത്രി ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ. എന്നാൽ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, 50000 വർഷം ജീവിക്കേണ്ടതിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടില്ലേ? മഹ്ശറയിലെത്തിയാൽ എല്ലാവരും നഗ്നരായി, കുപ്പായമില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ചെരുപ്പില്ലാതെ, സൂര്യന്റെ ചൂടേറ്റ് 50000 വർഷം നിൽക്കണമെന്ന് പറയുമ്പോ ഈ നൃത്തത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഈ നൃത്തത്തിന് എന്ത് വേദനയാണുള്ളത്? അതും ഇതും താരതമ്യം ചെയ്യുമ്പോ ഇത് ചെറുതല്ല മക്കളെ, ഇതൊന്നും വലിയ പ്രയാസമല്ല മക്കളെ. അതുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ മഹ്ശറാ ലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഉമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഈ ഉമ്മ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് പൊന്നുമക്കളോട് ഉപദേശം നൽകുന്ന മാതാവ്. ഇങ്ങനെ ഒരു മാതാവായി മാറാൻ, ഇങ്ങനെ ഒരു ഉമ്മയായി മാറാൻ നമ്മൾക്ക് കഴിയുമോ? അല്ലാഹുവേ തൗഫീഖ് നൽകണേ. അല്ലാഹ് തൗഫീഖ് നൽകണേ റബ്ബേ. മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അനസ് തങ്ങൾ കല്യാണം കഴിച്ചു. ഇഷ്ടപ്പെട്ടില്ല, ഭാര്യയെ ഇഷ്ടപ്പെട്ടില്ല. ഭാര്യയ്ക്ക് കാണാൻ തീരെ ഭംഗിയില്ല. ഭാര്യയെ
തീരെ ഇഷ്ടപ്പെടാതെ, ഭാര്യയോട് താല്പര്യമില്ലാതെ, ഭാര്യയുമായി യാതൊരു ബന്ധമില്ല. ഇത് ഭാര്യയ്ക്ക് മനസ്സിലായി, എന്റെ ഭർത്താവിന് എന്നെ പിടിച്ചിട്ടില്ല എന്ന്. അപ്പോഴാണ് ഭാര്യ ഒരു ആയത്ത് ഓതി കൊടുക്കുന്നത്, ഒരു പക്ഷേ നിങ്ങൾക്ക് വെറുപ്പിക്കുന്ന, നിങ്ങൾക്ക് വെറുപ്പുള്ള ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ഖൈറായി നിങ്ങൾക്ക് ഭാവിച്ചേക്കാം, നിങ്ങൾക്കത് വെറുപ്പായി തോന്നിയേക്കാം. അതിന്റെ അകത്തളങ്ങളിൽ വല്ല നന്മയും മറിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള ആയത്ത്. നിങ്ങൾ വെറുക്കുന്നതൊക്കെ നിങ്ങൾക്കത് കണ്ടപ്പോ വെറുപ്പ് തോന്നിപ്പോയി, വിഷമം തോന്നിപ്പോയി, ബേജാറായി പോയി, ടെൻഷനായി. പക്ഷേ അതിന്റെ പിന്നിൽ നന്മകൾ മറഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ സന്തോഷം തോന്നിയേക്കാം, പക്ഷേ അതിന്റെ അകത്തളങ്ങളിൽ വല്ല ദുഃഖവും മറഞ്ഞിരിക്കാമെന്നുള്ള ആയത്ത് തന്റെ ഭർത്താവായ അനസിനോട് ഭാര്യ ഓതിക്കൊടുക്കുകയുണ്ടായി. എന്നാൽ ഭാര്യയോടുള്ള വെറുപ്പ് കാരണം അനസ് എന്ന് പറയുന്ന ഭർത്താവ് നാടുവിട്ടു. അനസ് എന്ന് പറയുന്ന ഭർത്താവ് നാടുവിട്ടു. പിന്നെ നാട്ടിലേക്ക് വരുന്നത് 20 വയസ്സാകുമ്പോഴാണ്. 20 വർഷം കഴിഞ്ഞപ്പോഴാണ്. 20 വർഷം കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക്, ഹറമിലേക്ക് വന്നപ്പോ അവിടെ മാലിക് എന്ന് പറയുന്ന നല്ലൊരു 18കാരനായ ചെറുപ്പക്കാരൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം ഒരുമിച്ചുകൂടി വഅദ് പറയുന്നുണ്ട്, മസ്അലകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഫത്വ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മഹാനായ അനസ് ചോദിച്ചു, ഇതാരാണ്? അപ്പൊ പറഞ്ഞു, ഇത് മാലിക് ഇബ്നു അനസാണ്. മാലിക് ഇബ്നു അനസോ? എന്റെ മകനാണോ അത്? എന്റെ മകനാണോ അത്? അതെ. നേരെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വെറുപ്പായി തോന്നിയേക്കാം, പക്ഷേ അതിന്റെ അകത്തളങ്ങളിൽ ഒരു നന്മ അല്ലാഹു കരുതി വെച്ചിട്ടുണ്ടാകും എന്ന് ആയത്തോതുന്ന ഒരാൾ പുറത്തുണ്ട് എന്ന് ഉമ്മയോട് പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, അത് നിന്റെ ഉപ്പയാണ് മാലിക്കേ, അത് നിന്റെ പിതാവാണ് മാലിക്കേ. അങ്ങനെ 20 വർഷത്തിന് ശേഷം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ അനസ് എന്ന പിതാവ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ മാലിക് എന്ന് പറയുന്ന മാലിക് റളിയല്ലാഹു അൻഹു ലോകം കണ്ട പ്രഗൽഭനായ ആലിമായി മാറിയത്? ഉപ്പ ചെറുപ്പത്തിലെ നാടുവിട്ട ആളാണ്, ഉമ്മയാണ് വളർത്തിയത്. അദ്ദേഹം പറയുമായിരുന്നു, കാനത്ത് ഉമ്മീ തുൽബിസുനി സിയാബ, എന്റെ ഉമ്മ എനിക്ക് നല്ല വസ്ത്രം ധരിപ്പിക്കുമായിരുന്നു. വതുഅമ്മിമുനി, എനിക്ക് തലപ്പാവ് ധരിപ്പിക്കുമായിരുന്നു. വഅനസബിയുൻ, ഞാൻ പിഞ്ചുകുഞ്ഞാണ്. എന്റെ ഉപ്പ നാട് വിട്ടിരിക്കുകയാണ്. എന്നെ വളർത്തിയത് എന്റെ മാതാവാണ്. എന്റെ മാതാവ് എനിക്ക് നല്ല വെള്ള വസ്ത്രം ധരിപ്പിക്കും, എന്നിട്ട് എനിക്ക് തലപ്പാവ് ധരിപ്പിക്കും. വഅനസബിയുൻ, ഞാൻ പിഞ്ചുകുഞ്ഞാണ്. വതുവജ്ജിഹുനി ഇലാ റബീഅത്ത് ഇബ്നു അബി അബ്ദുറഹ്മാൻ, അന്ന് നാട്ടിൽ പ്രഗൽഭനായ ഒരു ആലിമാണ് റബീഅയുടെ സദസ്സിലേക്ക് എന്നെ പറഞ്ഞേക്കുമായിരുന്നു. എന്നിട്ട് എന്നോട് പറയുമായിരുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ, ചെറിയ പിഞ്ചു കുഞ്ഞിനെയാണ് തലപ്പാവ് ധരിപ്പിച്ച് പറഞ്ഞേക്കുന്നത്. സ്ഥിരമായ ഹറമിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന റബീഅയുടെ സദസ്സിലേക്ക്, യാ ബുനയ്യ അത്തിൽ മജ്ലിസ, പൊന്നുമോനെ റബീഅയുടെ മജ്ലിസിൽ പോയി നീ ഇരിക്കണം പൊന്നുമോനെ. ഫതഅല്ലം മിൻ സംതിഹി വഅദബിഹി, അദ്ദേഹത്തിന്റെ അദബാണ് നീ പഠിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ജീവിതമാണ് നീ പഠിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ചിട്ടയാണ് നീ പഠിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ മര്യാദയാണ് നീ പഠിക്കേണ്ടത്. ആദ്യം പോയിട്ട് ഹദീസ് പഠിക്കാനല്ല ശ്രമിക്കേണ്ടത്, ആദ്യം പോയിട്ട് ഫിഖ് പഠിക്കാനല്ല ശ്രമിക്കേണ്ടത്, ആദ്യം പോയിട്ട് ഇൽമ് പഠിക്കാനല്ല നീ ശ്രമിക്കേണ്ടത്. ആദ്യം അവരുടെ സദസ്സിലിരുന്നിട്ട് അവരുടെ ജീവിത രീതി പഠിക്കാൻ ശ്രമിക്കണം, അവരുടെ മര്യാദയും അച്ചടക്കവും സ്വഭാവവും നീ പഠിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞിട്ട് പിഞ്ചുകുഞ്ഞായ അനസിനെ, പിഞ്ചുകുഞ്ഞായ മാലിക്കിനെ തലപ്പ
തലപ്പാവ് ധരിച്ചിട്ട് നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ട് ഉമ്മ പറഞ്ഞേക്കുമായിരുന്നു എന്ന് മഹാനായ അനസ് മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ഉമ്മയാണ് ലോകം കണ്ട പ്രഗൽഭനായ പണ്ഡിതനാക്കി ആലിമാക്കി മഹാനായ മാലിക് അലൈഹിസ്സലാമിനെ മാറ്റിയത്. അതുകൊണ്ട് മഹാന്മാരാവാൻ ആഗ്രഹിക്കുന്ന ഉമ്മമാരിവിടെയുണ്ടെങ്കിലേ, ഉപ്പമാരിവിടെയുണ്ടെങ്കിലേ അതിനുള്ള പ്രവർത്തനങ്ങൾ അവരുടെ പ്രസവം മുതൽ തന്നെ തുടങ്ങേണ്ടതുണ്ട്. പ്രസവം മുതലല്ല, അതിനു മുമ്പേ തുടങ്ങേണ്ടതുണ്ട്. കല്യാണം കഴിയാത്തവരാണെങ്കിൽ ദീനിയായ പെണ്ണിനെ തെരഞ്ഞുപിടിച്ച് കല്യാണം കഴിച്ചോളൂ. സമ്പത്ത് നോക്കരുത്, അഭിമാനം നോക്കരുത്, തറവാട് നോക്കരുത്. ദീനുണ്ടോ, സൗന്ദര്യമൊക്കെ പിന്നെയാവാം, ദീനുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ദീനുള്ള പെണ്ണിനെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ മക്കൾക്കുള്ള പ്രവർത്തനം ആരംഭിക്കേണ്ടത്. ഇനി കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ, മക്കള് ചെറുതാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഡിജെ പാട്ടുകൾ പഠിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്, സിനിമാറ്റിക് ഡാൻസുകൾ പഠിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്, ഡയലോഗുകളല്ല പഠിപ്പിക്കേണ്ടത്. ദീന് പഠിപ്പിച്ചു കൊടുക്ക്. ദീനുമായിട്ടുള്ള ബന്ധം സ്ഥാപിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മക്കളിൽ സ്ഥാപിപ്പിക്കാൻ ശ്രമിച്ചേക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മഹാനായ അംബാന സാബിത്തുൽ ബന്നാനി എന്ന് പറയുന്ന പ്രഗൽഭനായ പണ്ഡിതൻ പറയുന്നുണ്ട്, അന്ന സുലത്ത് ബിൻ അശ്യം കാന ഫീ മഗ്സൻ ലഹു വമഅഹു ഇബ്നുൻ ലഹ്. യുദ്ധത്തിന് പോയതാണ് രണ്ടുപേർ. സുലത്ത് ബിൻ അശ്യം എന്ന് പറയുന്ന മഹാനായ ഒരു പ്രഗൽഭനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മകനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഐ ബുനയ്യ തഖദ്ദം ഫഖാതിൽ ഹത്താ അഹ്തസിബക. ധൈര്യമായി യുദ്ധം ചെയ്തോളൂ, ധൈര്യമായി യുദ്ധം ചെയ്തോളൂ. നന്മ നിലനിർത്താൻ വേണ്ടി നന്മയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ശത്രുക്കളോട്, നന്മയെ നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുന്ന ശത്രുക്കളോട് നന്മയുടെ നിലനിൽപ്പിന് വേണ്ടി ധൈര്യമായി പോരാടിക്കോളൂ. നിന്റെ മരണം ഞാൻ കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ രക്തസാക്ഷിത്വം വഹിച്ചാൽ, അഥവാ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, നന്മയുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടി, അക്രമങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ പോരാടി നീ ലോകത്തോട് വിട പറയുന്നത്, ഉപ്പയായ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനമാണ്. എനിക്ക് യാതൊരു ദുഃഖമില്ല, ധൈര്യമായി യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞ് മകനെ പറഞ്ഞേച്ചു. മകനിറങ്ങി ആ പൊന്നുമോന്റെ നാങ്കണത്തിൽ പിടഞ്ഞു വീണ് മരിക്കുകയാണ്. പിടഞ്ഞു വീണ് മരിച്ച ഉടനെ ഉപ്പയായ സുലത്ത് ബിൻ അശ്യം യുദ്ധം ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങി. അദ്ദേഹവും ധീരമായി പോരാടി. അദ്ദേഹവും ജനാർഗണത്തിൽ പിടഞ്ഞു വീണ് രക്തസാക്ഷിയാവുകയാണ്. അങ്ങനെ ഭർത്താവും മകനും മരിച്ച ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്തേക്ക് വആദത്തുൽ അദവിയ എന്ന് പറയുന്ന, മകൻ മരിച്ചുപോയ, ഭർത്താവ് മരിച്ച വിഷമത്തിലിരിക്കേണ്ട ഒരു പെണ്ണിന്റെ സമീപത്തേക്ക് സമാധാനിപ്പിക്കാനും സമാശ്വസിപ്പിക്കാനും വേണ്ടി നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. ഫജ്തമഅത്തിൻ നിസാഉ ഇൻദ ഇംറഅതിഹി വആദത്തുൽ അദവിയ. ഈ പെണ്ണിന്റെ അടുത്തേക്ക് കടന്നു വന്നു. എന്തിനാണ് കടന്നു വന്നത്? മകൻ രക്തസാക്ഷിയായി, ഭർത്താവും രക്തസാക്ഷിയായി, വിധവയായി പോയി ഈ പെണ്ണ്. അങ്ങനെ ആളുകളെല്ലാം കടന്നു വരുമ്പോ ഈ പെണ്ണ് പറയാണ്, മർഹബാ ഇൻ കുൻതുന്ന ജിഅന ലിതുഹദ്ദിയന്നി ഫമർഹബാ ലിതുഹന്നിയന്നി ഫമർഹബാ. നിങ്ങൾ എവിടേക്ക് കടന്നു വന്നത് എനിക്ക് സന്തോഷ വാർത്ത നൽകാനാണെങ്കിൽ, എനിക്ക് എന്റെ മക്കളെ മരിച്ചതിന്റെ പേരിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എവിടേക്ക് കടന്നു വരാം. അല്ലാതെ എന്റെ മക്കള് മരിച്ചുപോയതിന്റെ വിഷമം പങ്കുവെക്കാനാണെങ്കിൽ ഇങ്ങോട്ട് നിങ്ങൾ കടന്നു വരണ്ട. എനിക്കതിൽ യാതൊരു പേടിയുമില്ല. എന്നെ സമാധാനിപ്പിക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരേണ്ട ആവശ്യമില്ല. എന്റെ ഭർത്താവ് വിട പറഞ്ഞതിന് എനിക്ക് വിഷമമില്ല. എന്റെ മക്കള് വിട പറഞ്ഞതിൽ എനിക്ക് വിഷമമില്ല. കാരണം അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി, നന്മയുടെ നിലനിൽപ്പിന് വേണ്ടി അക്രമങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ പോരാടി മരിച്ചവരല്ലേ എന്റെ മക്കളും എന്റെ ഭർത്താവും. അതുകൊണ്ട് ഒരു കാരണവശാലും എന്നെ നിങ്ങൾ സമാധാനിപ്പിക്കാൻ വരണ്ട. എനിക്ക് സന്തോഷിപ്പിക്കാനാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ മഹദിയായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതമാണ്. മദ്രസയിൽ അടികൊണ്ടതിന്റെ പേരിൽ മക്കൾക്കെതിരെ
മക്കൾക്ക് അടി വാങ്ങിച്ചതിന്റെ പേരിൽ ഉസ്താദുമാർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്ന ഉമ്മമാര് പഠിക്കേണ്ടത് ഈ ചരിത്രമാണ്. ഉസ്താദുമാരടിച്ചതിന്റെ പേരിൽ, ഉസ്താദുമാര് ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ, ഉസ്താദുമാര് കണ്ണുരുട്ടിയതിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോകുന്ന ഉമ്മമാർ. ക്യാമ്പസിലും കലാലയങ്ങളിലും ഒരു അധ്യാപകന്റെ, ഒരു പ്രിൻസിപ്പളിന്റെ പോസ്റ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വന്തം പിതാവായ സ്വന്തം മക്കളെ പോലും നിയന്ത്രിക്കാൻ ഒരു അധ്യാപകൻ അഥവാ സ്കൂളിലെ പ്രിൻസിപ്പളിന് കഴിയാത്ത അവസ്ഥ. നിയമം അങ്ങനെയാണ്, കുട്ടികളുടെ കൂടെയാണ്. കണ്ണുരുട്ടിയാൽ ജാമ്യമില്ലാത്ത കേസാണ്, പേടിപ്പിച്ചാൽ ജാമ്യമില്ല, അടിച്ചാൽ ജാമ്യമില്ല. എന്തിനേറെ പ്രഭാഷണം നടത്തുമ്പോ ധാർമ്മികമായൊരു പ്രഭാഷണം നടത്തിയാൽ വരെ അവർക്ക് വരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കേസ് നടത്തുന്ന കാലമാണിത്. സ്കൂളിൽ ആഭാസങ്ങൾ നടക്കുമ്പോ, മക്കളെല്ലാം ക്രിമിനലുകളായി മാറുമ്പോ ഈ ഗവൺമെന്റിന് പൂർണ്ണമായ ഉത്തരമുണ്ട്. ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്ന ആളുകൾക്ക് ബാലപീഡനം എന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ മക്കൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി എന്ത് ചെയ്യാനും, ചോദ്യം ചെയ്യാനും, വെട്ടാനും, അടിക്കാനും, പിടിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം നൽകിയ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ മക്കളുടെ അക്രമങ്ങൾക്ക് കാരണം നിങ്ങളാണ്. ഇവിടെ കഞ്ചാവും ലഹരിയും മാഫിയയും എല്ലാം ഉണ്ടായത്. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. ഏതായാലും ആ വിഷയങ്ങളിലേക്കല്ല ഞാൻ കടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, മദ്രസയിൽ ഒന്നടിച്ചതിന്റെ പേരിൽ, ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ വിഷമത്തോടെ ഉസ്താദുമാരെ ചോദ്യം ചെയ്യുന്നവർ, സ്വന്തം ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട്, മക്കള് ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട്, ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു, എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ ഉമ്മയുടെ ചരിത്രമാണ് പഠിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവസാനമായി ഒരു സംഭവം കൂടി ഞാൻ പറയട്ടെ. മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഖാലത്ത് ഉമ്മു സുഫിയാൻ ലിസുഫിയാൻ, അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തിനോട് പറഞ്ഞത്, യാ ബുനയ്യ, പൊന്നുമോനെ, ഉതുലുബുൽ ഇൽമ, നീ ഇൽമ പഠിക്കണം, നീ ഇൽമ പഠിക്കണം, നീ പഠിച്ച് പണ്ഡിതനാവണം. വഅന അക്ഫീക, നിന്റെ ചെലവ് ഞാൻ നിർവഹിച്ചോളാം. നീ അധ്വാനിക്കണ്ട, നീ ജോലി ചെയ്യണ്ട, നിന്റെ പൈസ എനിക്ക് വേണ്ട, നിന്റെ സമ്പാദ്യം എനിക്ക് വേണ്ട, നീ ധൈര്യമായിട്ട് പഠിച്ചോളൂ, ഞാൻ നിനക്ക് സമ്പാദിച്ചു നിന്റെ ചെലവിന് ഞാൻ തരാമെന്ന് മഹാനായ സുഫിയാന് തങ്ങളോട് അദ്ദേഹത്തിന്റെ മാതാവ് പറയുന്നുണ്ട്. അങ്ങനെ ആ മാതാവ് വിശ്രമമില്ലാതെ ജോലി ചെയ്തിട്ട് കിട്ടുന്ന സമ്പാദ്യങ്ങൾ തന്റെ മകന്റെ ചെലവിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു. മകന് പഠിക്കാനുള്ള പുസ്തകം, കിതാബ് വാങ്ങിച്ചു കൊടുക്കാൻ, മകന് പഠിക്കാനുള്ള ചെലവ് മുഴുവനും ഉമ്മയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് ഉമ്മ ഇടയ്ക്കിടെ മകനെ ഉപദേശിക്കുമായിരുന്നു. അങ്ങനെയുള്ളൊരു ഉപദേശമാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, പൊന്നുമോനെ, നീ 10 ഹർഫ് എഴുതിയാൽ, ഇൻ കതബത 10 ഹർഫിൻ, നീ ആദ്യമായി ഒരു 10 ഹർഫ് പഠിച്ചാൽ, 10 അക്ഷരം നീ എഴുതുകയോ പഠിക്കുകയോ ചെയ്താൽ, ഫൻദുർ ഹൽ തറാ ഫീ നഫ്സിക സിയാദതൻ ഫീ ഖശിയതിക വഹിൽമിക വവഖാരിക. ആദ്യത്തെ ഒരു 10 അക്ഷരം നീ പഠിക്കുമ്പോ, ആദ്യത്തെ ഒരു 10 അക്ഷരം നീ എഴുതുമ്പോ, ആ പഠിച്ചതിൽ നിന്ന് നിനക്ക് അല്ലാഹുമായിട്ടുള്ള ഭയം കൂടിയിട്ടുണ്ടോ? നിന്റെ സഹനം, നിന്റെ ക്ഷമ കൂടിയിട്ടുണ്ടോ? നിനക്ക് അല്ലാഹുമായിട്ടുള്ള ബന്ധം കൂടിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഒരു 10 ഹർഫ് നീ കൂടുതൽ പഠിക്കുമ്പോ, ആ 10 ഹർഫ് കൂടുതൽ പഠിച്ചപ്പോ, 10 ഹർഫ് പഠിക്കുന്നതിന് മുമ്പ് നിനക്ക് നിന്റെ റബ്ബുമായിട്ടുള്ള ബന്ധം അതേപോലെയാണോ? അല്ല അല്പം ഖശിയത്ത് കൂടിയിട്ടുണ്ടോ? നിന്റെ സ്വഭാവം മാറിയിട്ടുണ്ടോ? അല്ലാഹുമായിട്ടുള്ള ഭയഭക്തി കൂടിയിട്ടുണ്ടോ എന്ന് നീ നോക്കണം. എന്നാൽ നീ പഠിക്കുമ്പോൾ അല്ലാഹുമായിട്ടുള്ള ഭയം കൂടിയിട്ടില്ലെങ്കിൽ, നീ പഠിക്കുമ്പോൾ അല്ലാഹുമായിട്ടുള്ള ആരാധനകളിൽ മാറ്റമില്ലെങ്കിൽ, ആ ഇൽമ കൊണ്ട് നിനക്കൊരു ഉപകാരം ഉണ്ടാവൂല, ഉപദ്രവമാണ് ഉണ്ടാവുന്നത്. ഒരു ഹർഫ് പഠിക്കുമ്പോ അതിനനുസരിച്ചിട്ട് അല്ലാഹുവിനോടുള്ള പേടി വർദ്ധിക്കണം, അതിനനുസരിച്ച് നിന്റെ ഇബാദത്തിൽ വർധനവ് വേണം. എന്നിട്ട് ഇത്രയൊക്കെ പഠിച്ചിട്ടും നിനക്ക് ഖുശൂ ഇല്ലെങ്കിൽ, നിനക്ക് വഖാറില്ലെങ്കിൽ, നിനക്ക് സഹനമില്ലെങ്കിൽ, നിന്റെ ആ ഇൽമ് നിനക്ക് ഉപകാരമല്ല, ഉപദ്രവമാണ് നൽകുക എന്ന് മഹാനായ സുഫിയാൻ തങ്ങളോട് അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊക്കെ, രക്ഷിതാക്കളോടൊക്കെ, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായി
മഹാന്മാരായി വളർന്ന് വലുതാകുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെ പറയാനുള്ളത്, വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ദീനിയായ ചിട്ടയും ദീനിയായ രീതിയും നമ്മളിൽ നിന്ന് 7 വയസ്സുവരെ അവർ കണ്ടുപിടിക്കണം. 7 വയസ്സുവരെ നിങ്ങൾക്ക് വഅദ് പറയാനുള്ള സമയം അല്ല. 7 വയസ്സുവരെ നമ്മളിൽ നിന്ന് അവർ കണ്ടുപിടിക്കണം. 7 കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണം ഇൽമിന്റെയും ദീനിന്റെയും ആഖിറത്തിന്റെയും ഖുർആനിന്റെയും ഉപദേശങ്ങൾ നിരന്തരമായി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ.